കൊച്ചിയിൽ നിന്ന് ഇന്ന് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് 2 യൂണിറ്റുകളാണ്. ഒന്ന് യൂണിറ്റ് 6ലും ഒന്ന് അതിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് സ്റ്റേറ്റിന് ഉള്ളതിന്റെ ഡ്യൂട്ടി എന്തൊക്കെയാണെന്നുള്ളത്. രണ്ടാമത് യൂണിറ്റ് 7ൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെജിസ്ലേച്ചർ, അതായത് നിയമസഭയുടെ പരിവർത്തനങ്ങളും അതിന്റെ ഡ്യൂട്ടികളെ പറ്റിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇതില് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു സ്റ്റേറ്റ് ചെയ്യേണ്ടത്, അത് ചെയ്യേണ്ട നിർദ്ദേശങ്ങളാണ്. ഓരോ നിർദ്ദേശങ്ങൾ എന്തായിരിക്കണം, എങ്ങനെ ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങളാണ് സ്റ്റേറ്റ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പോളിസി എന്ന് പറയുന്നത്. അതേമാതിരി തന്നെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി പ്രീവിയസ് ചാപ്റ്ററിൽ, ഇതിനു മുമ്പുള്ള ചാപ്റ്ററിൽ നമ്മൾ ഓരോ പൗരന്റെ അവകാശങ്ങളെ പറ്റി പഠിച്ചു. ഇതിന്റെ കൂടെ പഠിക്കാൻ പോകുന്നത് ഓരോ പൗരനും അവനവന്റെ അവകാശത്തിന്റെ ഒപ്പം അവർക്ക് ചില ചുമതലകളുണ്ട്, ഡ്യൂട്ടികളുണ്ട്, അത് ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞു വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നോക്കുന്നത് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ള. അപ്പൊ നമ്മൾ പറഞ്ഞ അനുസരിച്ച് ഇന്നലെയും ഞാൻ പറഞ്ഞു 2 തരത്തിലുള്ള റൈറ്റ്സ് ഉണ്ട് എന്ന്. അതായത് ഒന്ന് ജസ്റ്റിയബിൾ, നമ്മൾ കോടതിയിൽ വഴി നിയമസഹായത്തോടെ ചെയ്യാൻ പറ്റുന്നതിനെയാണ് ജസ്റ്റിയബിൾ റൈറ്റ്സ് എന്ന് പറയാം. അടുത്തതായിട്ട് നോൺ ജസ്റ്റിയബിൾ റൈറ്റ്സ് എന്നുണ്ട്. അതെന്താന്ന് വെച്ചാല് അത് കോടതിയിലേക്ക് പോയാൽ കേസ് ബാധിക്കാൻ പറ്റില്ല, അങ്ങനത്തെ കാര്യങ്ങൾ. അതാണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ വരുന്ന കാര്യങ്ങൾ. കാരണം നമ്മളുടെ കാര്യങ്ങൾ എന്തുകൊണ്ട് സ്റ്റേറ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ എല്ലാ ഇൻസ്ട്രക്ഷൻസും ആണ്. അതായത് ഓരോ ഇന്ത്യൻ പൗരന് എന്ത് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഭരണഘടനയിൽ മുഖാന്തരം അവർ പറഞ്ഞിട്ടുള്ള അത് ഇൻസ്ട്രക്ഷൻസ് ആണ്. അത് മാത്രമല്ല ഇതിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കൂടുതലായിട്ടും ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത് ഓരോ ഇന്ത്യൻ സിറ്റിസണും കിട്ടാവുന്ന വെൽഫെയർ ഇഷ്യൂ ആണ്, അവരുടെ സൗഖ്യത്തിനെ പറ്റിയാണ് ഇത് പറയുക. അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ആർട്ടിക്കിൾസ് 36 മുതൽ 51 വരെ പാർട്ട് 4ൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പരിപാലിച്ചിട്ടുണ്ട്. ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ സോഷ്യലായിട്ടും ഇക്കണോമിക്കലായിട്ടും എല്ലാ സെക്ഷനിലുള്ളവർക്കും, സൊസൈറ്റിയിലെ എല്ലാ സെക്ഷനിലുള്ളവർക്ക് ഗ്രോത്ത് അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പോളിസി വഴി, സ്റ്റേറ്റ് പോളിസി വഴി നമ്മൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കെട്ടിപ്പടുത്താൻ ഉദ്ദേശിക്കുന്നത് സോഷ്യൽ, ഇക്കണോമിക്, പൊളിറ്റിക്കൽ ആയിട്ടുള്ള നിയമപരമായും സാമൂഹ്യമായും സാമ്പത്തികമായും എല്ലാവർക്കും ജസ്റ്റിസ് കിട്ടുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിട്ടുണ്ട് പോസിറ്റീവ് ലോസ് മാത്രമല്ല എല്ലാ മനുഷ്യരിലും, എല്ലാ പൗരനും എന്ത് ഡ്യൂട്ടി, അവനവൻ ചെയ്യേണ്ട ഡ്യൂട്ടി, അവനവൻ ചെയ്യേണ്ട കർമ്മം എന്താണെന്നും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഡ്യൂട്ടീനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് 4ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 4ാമത്തെ ഭാഗത്തിലാണ്, 4ാമത്തെ ഭാഗം എയില്. അത് 42ാമത്തെ അമെൻമെന്റ് ആയിട്ട് 1976 പിന്നെ 86 അമെൻമെന്റ് ആയിട്ട് 2002 കൂട്ടിച്ചേർത്തിട്ടുണ്ട് നമ്മളുടെ ഭരണഘടനയിൽ. അപ്പോ ഇവിടെ നമ്മൾ ആദ്യം ഈ പ്രിൻസിപ്പിൾസിന്റെ ഡ്യൂട്ടിയും അതേമാതിരി ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി ഞാൻ പറഞ്ഞുല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓരോ ഫണ്ടമെന്റൽ റൈറ്റ്സും യൂണിറ്റ് 5 പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഓരോ ഫണ്ടമെന്റൽ റൈറ്റ്സും എല്ലാത്തിനും കോർപ്പറേറ്റ് ചെയ്ത് നമ്മള് സബ് കമ്മിറ്റി ഉണ്ടാക്കുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ. ആ കമ്മിറ്റി വഴി നമ്മളുടെ സജഷൻസ് അറിയിക്കുന്നു, സ്റ്റേറ്റ് ഗവൺമെന്റിനെയും അറിയിക്കുന്നു. ഇതേമാതിരി ഇതിനെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയില് അവിടെ ഇത് ഡിബേറ്റ് ചെയ്യപ്പെടും അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടും. ചർച്ച ചെയ്യുമ്പോൾ എന്താ നോക്കുന്നത്, 2 കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്ന് ജസ്റ്റിയബിൾ ആണോ, പിന്നെ ഒന്ന് നോൺ ജസ്റ്റിയബിൾ ആണോ. ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റിയും ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിനെ പറ്റിയും അത് അല്ലെങ്കിൽ ഓരോ പോളിസി അല്ല, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യണം എന്നുള്ളതിനെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനെയൊക്കെ കിട്ടാൻ ഒരു പോളിസി, ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് പോളിസി ഉണ്ടാക്കിയത് ആരാന്ന് വെച്ചാല് ഒരു 4 അംഗ ടീമാണ്. ആ 4 അംഗ ടീമിന്റെ BN രാഹു, AK അയ്യർ, BR അംബേദ്കർ ആൻഡ് KT ഷാ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്തിട്ടുള്ള ആള്
BN റാഹു ആണ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസർ എന്ന് പറയാം. അപ്പൊ ഇവിടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ കറാച്ചി റെസൊല്യൂഷൻ നടന്നിരുന്നു. കറാച്ചിയിൽ നടന്ന മീറ്റിംഗിലും സോഷ്യലും നാഷണൽ ആയിട്ടുള്ള വ്യൂസിനെ പറ്റി 1920 ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുള്ളതും അഞ്ചാമത് നമ്മൾ ഇന്നലെ പറഞ്ഞു സുപ്രീം കമ്മിറ്റിയില് നമ്മൾ ഇന്നലെയും പറഞ്ഞു 2 കാര്യങ്ങളാണ് കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ജസ്റ്റിയബിൾ ആണോ, ഒന്ന് നോൺ ജസ്റ്റിയബിൾ ആണോ എന്നുള്ളത്, അതിനെയും പരാമർശിക്കുന്നു. പിന്നെ ആ അഞ്ചാമത്തെ, അതായത് വലത് സബ് കമ്മിറ്റിയും ഇതിനെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. അങ്ങനെ ഡിസ്കഷൻസ്, ഓരോ ഡിസ്കഷൻസും പ്രൊവിഷൻസും സ്റ്റേറ്റിന്റെ സൊസൈറ്റിയിലും എക്കണോമിക്കലായിട്ടും പറഞ്ഞു പോകുമ്പോൾ ഇതിനെ പറ്റിയും ഹിന്ദുവിന്റെ ഔട്ട്ലുക്ക് എന്താണെന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോ സാമൂഹ്യമായും സാമ്പത്തികമായും പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് വരുത്തിക്കുക, അതിനുവേണ്ടി ഈ പോളിസി കോൺസ്റ്റിറ്റ്യൂഷന്റെ 4ാമത്തെ ഭാഗത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കൂടാതെ ഒരു ലിസ്റ്റ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ആ ലിസ്റ്റ് പ്രകാരം ആർട്ടിക്കിൾ 36 പറഞ്ഞിട്ടുള്ളത് ആ ഒരു സ്റ്റേറ്റ് എന്താണ് എന്നുള്ള ഡെഫിനിഷൻ. ആർട്ടിക്കിൾ 37 പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ ആപ്ലിക്കേഷൻ ആണ്. ഈ പ്രിൻസിപ്പിൾസ് ഒക്കെ ഇതിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത്. ആർട്ടിക്കിൾ 38 പറഞ്ഞിട്ടുള്ളത് സോഷ്യൽ ആയിട്ടുള്ള, സാമൂഹ്യമായിട്ടുള്ള നന്മകൾ, വെൽഫെയർ, ആൾക്കാരുടെ എങ്ങനെ ആണ് അത് അവരുടെ ജനങ്ങൾക്ക് വെൽഫെയർ ഇഷ്യൂസ് കൊണ്ടുവരേണ്ടതെന്ന്. ആർട്ടിക്കിൾ 39 പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും പോളിസികൾ എങ്ങനെയാണ് സ്റ്റേറ്റ് ഫോളോ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 39A പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ 39A പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ചാല് ഈക്വൽ ജസ്റ്റിസും ഫ്രീ ആയിട്ട് ലീഗൽ എയ്ഡും. ഒരാൾക്ക് ഇപ്പൊ കോടതിയിൽ പോകാൻ പൈസ ഇല്ലെങ്കിൽ ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കുക, ഈക്വൽ ആയിട്ടുള്ള ജസ്റ്റിസ് അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കുക. അതാണ് 39A പറഞ്ഞിട്ടുള്ളത്. 40 പറഞ്ഞിട്ടുള്ളത് വില്ലേജ് പഞ്ചായത്ത് ഓർഗനൈസ് ചെയ്യുക. ആർട്ടിക്കിൾ 41 പറഞ്ഞിട്ടുള്ളത് വർക്ക് ചെയ്യാനുള്ള റൈറ്റ്, സ്വാതന്ത്ര്യം, പഠിക്കാനും അതേമാതിരി പബ്ലിക് അസിസ്റ്റൻസിനും ഉള്ള റൈറ്റ് അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള സ്വാതന്ത്ര്യം. 42 പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ചാല് ഓരോ മനുഷ്യനും വർക്ക് ചെയ്യാനും മെറ്റേണിറ്റി എത്രത്തോളം ലിവിങ് വേജസ് കൊടുക്കണം, ഓരോ വർക്കറിന് എന്ത് വേജ് കൊടുക്കണം. അതേമാതിരി 43A പാർട്ടിസിപ്പേഷൻ, മാനേജ്മെന്റ് ഇൻഡസ്ട്രീസ് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യണോ വേണ്ടയോ. 43 പ്രൊമോഷൻ, കോപ്പറേറ്റീവ് സൊസൈറ്റിയെ പ്രൊമോട്ട് ചെയ്യാൻ പരാമർശിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡ് എല്ലാവർക്കും സിറ്റിസണ് വേണം എന്നുള്ളത്. 45 ഏർലി ചൈൽഡ്ഹുഡ് കെയറും എഡ്യൂക്കേഷനും കുട്ടികളുടെ പരിപാലനത്തെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. 46 ഇക്കണോമിക്, എഡ്യൂക്കേഷണൽ, ഷെഡ്യൂൾ കാസ്റ്റിനും ഷെഡ്യൂൾ ട്രൈബിനും അതർ വീക്കർ സെക്ഷന് എങ്ങനെ കൊടുക്കണമെന്ന് പരാമർശിക്കുന്നു. 47 ആർട്ടിക്കിൾ 47 ന്യൂട്രീഷനെ പറ്റി, ലെവൽ ഓഫ് ന്യൂട്രീഷനും സ്റ്റാൻഡേർഡ് ഓഫ് പബ്ലിക് ലിവിങ്ങും ഹെൽത്തിനെ പറ്റിയുമാണ് പരാമർശിച്ചിരിക്കുന്നത്. 48 ഓർഗനൈസേഷൻ ഇങ്ങനെ അഗ്രികൾച്ചറിലും ആനിമൽ ഹസ്ബൻഡറിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. 48A പ്രൊട്ടക്ഷൻ, ഇംപ്രൂവ്മെന്റ്, നമ്മളുടെ എൻവയറമെന്റ് സേഫ് ഗാർഡ് ചെയ്യാനെ പറ്റിയും ഫോറസ്റ്റിനെ സേഫ് ഗാർഡ് ചെയ്യാൻ പറ്റിയും അതിലത്തെ വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യാനെ പറ്റിയുമാണ് പറഞ്ഞിട്ടുള്ളത്. 49 പബ്ലിക് മോണ്യുമെന്റ്സും എല്ലാവിധമായ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ബിൽഡിങ്സ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുക. 50 പറഞ്ഞിട്ടുള്ളത് സെപ്പറേഷൻ, ജുഡീഷ്യറിക്കും എക്സിക്യൂട്ടീവിനും സെപ്പറേഷൻ വേണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. 51 പരാമർശിച്ചു വന്നിട്ടുള്ളത് ഇന്റർനാഷണൽ ഭൂഗോളതലത്തിൽ ഇന്റർനാഷണൽ പീസ്, സമാധാനവും സെക്യൂരിറ്റിയും പറയും. അപ്പോ ദുർഗാദാസ് പറയുന്നത് എന്താ വെച്ചാൽ ഈ ക്ലാസിഫിക്കേഷനില്, സ്റ്റേറ്റ് പോളിസിയിലെ ക്ലാസിഫിക്കേഷനെ പറ്റി ദുർഗാദാസ് ബാസു പറയുമ്പോഴത്തേക്കും 3 വിധത്തിലാണ് പറയുന്നത്. ആദ്യത്തേത്, ഏത് മെമ്പേഴ്സ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയില് നിങ്ങളിൽ നിന്ന് എന്ത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്റ് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ഇത് ലീഗലാണ്, സ്പെഷ്യലി എക്കണോമിക്കൽ ആയിട്ടുള്ളതാണ് പരാമർശിക്കുന്നത്. രണ്ടാമത്തതിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ചില ഡിറക്ഷൻസ് ഉണ്ട്, നിർദ്ദേശങ്ങളുണ്ട്, ലെജിസ്ലേച്ചറിനും അല്ലെങ്കിൽ നിയമസഭയ്ക്കും എക്സിക്യൂട്ടീവും തമ്മിൽ എക്സ്പെക്ട് ചെയ്യുന്ന ചില
പവേഴ്സിനെ പറ്റിയും അത് എന്ത് ചെയ്യണം, എക്സസൈസ് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. മൂന്നാമത്തെ നിർദ്ദേശം എന്താന്ന് വെച്ചാല് സർട്ടൻ റൈറ്റ്സ് സിറ്റിസൺ, അതായത് അവിടുത്തെ ജനത്തിലെ പൗരൻ, ആ പൗരൻ കോർട്ടിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എപ്പോൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ളതാണ് പരാമർശിച്ചു പോയിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ 4-ാം ഭാഗം, ഭരണഘടനയുടെ 4-ാം ഭാഗത്തിൽ ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു പോയത് കൊണ്ടും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നതായത് ജസ്റ്റിഫിക്കേഷൻ ചെയ്യണം, അല്ലെങ്കിൽ നോൺ ജസ്റ്റിഫൈ ആയിട്ടുള്ള നേച്ചർ എന്താന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആർട്ടിക്കിൾസ് 335, 350A, 351, അതേമാതിരി ആർട്ടിക്കിൾ 335 ക്ലെയിം ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഷെഡ്യൂൾ കാസ്റ്റിനും ഷെഡ്യൂൾ ട്രൈബിനെയും കൺസിഡറേഷൻ ചെയ്യണം. അവരുടെ മെയിൻ്റെനൻസ്, അവരുടെ എഫിഷ്യൻസി എത്രത്തോളം അഡ്മിനിസ്ട്രേഷൻ ചെയ്ത് കൊണ്ടുപോകാം, അതേമാതിരി അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കുക സർവീസിൽ അല്ലെങ്കിൽ പോസ്റ്റില്, കണക്ഷൻ, ഓരോ യൂണിയൻ സ്റ്റേറ്റിന്റെ യൂണിയൻ അനുസരിച്ചിട്ട് അതൊക്കെയുള്ള സർവീസ് കൊടുക്കുക. ആർട്ടിക്കിൾ 350 പരാമർശിക്കുന്നത് ഒരു സ്റ്റേറ്റിന്, ലോക്കൽ അതോറിറ്റി അവരുടെ സ്റ്റേറ്റിനുള്ളിൽ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ, മദർ ടങ്ങിലാണോ പ്രൈമറി ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, ലിംഗ്വിസ്റ്റിക്സ് ബേസ്ഡ് ആണോ. 351 പറഞ്ഞിട്ടുള്ളത് യൂണിയൻ ഹിന്ദി ലാംഗ്വേജിനെ പറ്റി പ്രൊമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ 351 അത് യൂണിയൻ ആണ്, അതായത് ഡൽഹി ഗവൺമെന്റ്. അപ്പൊ ഇങ്ങനെ എല്ലാ വിധത്തിലും ക്ലിയർ ആയിട്ടാണ് അവര് പരാമർശിച്ചു പോയിട്ടുള്ളത്. ഇനി ഫണ്ടമെന്റൽ ഡ്യൂട്ടി എങ്ങനെയാണ് വന്നത്, ഇവല്യൂഷൻ ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഇത് എങ്ങനെ വന്നു എന്നുള്ളത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മളുടെ ഭരണഘടന ഉണ്ടാക്കുന്ന സമയത്ത് 1970 ഇതിനെ ഉണ്ടാക്കുന്ന സമയത്ത് ആർട്ടിക്കിൾ 33 ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ ആംഡ് ഫോഴ്സസ്, അതായത് പോലീസ്, പട്ടാളം, അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഡിസിപ്ലിൻ എന്താണ്, അവർ പെർഫോം ചെയ്യുന്ന ഡ്യൂട്ടി എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ആർട്ടിക്കിൾ 33 42 ആർട്ടിക്കിൾ 42 അമെന്റ്മെന്റ് ഉണ്ടാക്കുന്നു, അതായത് ചേഞ്ച് വരുത്തുന്നു. 76 42ാമത്തെ അമെന്റ്മെന്റ് ഒരു തിരുത്തൽ വരുമ്പോൾ അതിൽ കൂടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ എഴുതി കൂട്ടുകയാണ് ഇവിടെ നമ്മളുടെ ഭരണഘടനയിൽ. ആ ഭരണഘടന പറയുന്നത് എന്താന്ന് വെച്ചാല് എല്ലാവർക്കും ഒരു നിയമം, നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്യൂട്ടി അവകാശമുണ്ടെങ്കിൽ നിങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ളത്, അതായത് ഒരു ജനത്തിന്റെ അവകാശം നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ടതായ ചില ധർമ്മങ്ങളുണ്ട്, ഡ്യൂട്ടികളുണ്ട്. അതായത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളും അതിന് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ 42ാമത്തെ അമെന്റ്മെന്റിൽ ഈ റെക്കമെൻഡേഷൻസ് സ്വരാജ് സിംഗ് കമ്മിറ്റി റിപ്പോർട്ടാണ് കൊടുക്കുന്നത്. സ്വരൺ സിംഗ് കമ്മിറ്റി റിപ്പോർട്ട് ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റ് ടൈമിൽ 1976 ഇത് സെറ്റപ്പ് ചെയ്യുന്നു. അപ്പൊ സർദാർ സ്വരൺ സിംഗ് ആണ് ഇതിന്റെ കമ്മിറ്റി ചെയർമാൻ ആയിട്ട് വരുന്നത്. ഈ കമ്മിറ്റി വഴി അവർ ചില ഭാഗങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺ എന്ന് പറയും. അതായത് ഇന്ത്യൻ പൗരന്റെ സ്വന്തമായിട്ടുള്ള ഡ്യൂട്ടികൾ എന്തൊക്കെ, അല്ലെങ്കിൽ ചുമതലകൾ എന്തൊക്കെ. ഇതിന്റെ ബേസിൽ, ഈ റെക്കമെൻഡേഷൻസിന്റെ ബേസിൽ ചില ചേഞ്ചസ് ഒക്കെ വരുത്തുന്നുണ്ട് 42ാമത്തെ അമെന്റ്മെന്റിൽ. അത് ഇഫക്റ്റീവായിട്ട് വന്നത് ജനുവരി 3, 1977. ഈ ഡ്യൂട്ടിയിൽ അല്ലെങ്കിൽ ഈ ചുമതലകളിൽ കൂടെ 86ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് 2002 നടക്കുന്നു. ആ ഡ്യൂട്ടികളിൽ കൂടെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നോക്കുമ്പോൾ ആർട്ടിക്കിൾ 51A അതേമാതിരി ആർട്ടിക്കിൾ 29(1) യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അതായത് ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യർക്കും, കമ്മ്യൂണിറ്റിക്ക് ഒരു ഡ്യൂട്ടി ഉണ്ട്. അത് അവനവന്റെ പോസിബിൾ ലെവൽ, അവനവന് പറ്റുന്ന വിധത്തിൽ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നമ്മൾ ചെയ്യണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഈ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഗവൺമെന്റ് നമ്മളുടെ ഇന്ത്യൻ പൗരന് ഡിസ്കസ് ചെയ്തിട്ടാണ് ആ സെക്ഷൻ അവിടെ തീരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പൗരൻ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ പൗരൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെന്നാണ് ഈ ഡ്യൂട്ടിയിൽ നിന്ന് പറഞ്ഞ് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത്. ആ ലിസ്റ്റ് ചെയ്യുമ്പോൾ
ആദ്യമായിട്ട് അവൻ ചെയ്യേണ്ട ധർമ്മം എന്താണ്, അവന്റെ ഡ്യൂട്ടി എന്താണ്? അതാണ് കോൺസ്റ്റിറ്റ്യൂഷനെ റെസ്പെക്ട് ചെയ്യുക, അതേമാതിരി അതിന്റെ ഐഡിയൽസിനെ റെസ്പെക്ട് ചെയ്യുക, അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനും നാഷണൽ ഫ്ലാഗ് നാഷണൽ ആന്തം ഒക്കെ റെസ്പെക്ട് ചെയ്യണം, ഡിസ്റെസ്പെക്ട് ചെയ്യാൻ പാടില്ല. രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാല്, നോബിൾ ആയിട്ടുള്ള ഐഡിയാസ് ആണ് നമ്മുടെ നാഷണൽ ഫ്രീഡം സ്ട്രഗിളിലുള്ളത്, അതിനെയൊക്കെ നമ്മൾ ചെറിഷ് ചെയ്ത് അതിനെ ഫോളോ ചെയ്യണം. മൂന്നാമതായിട്ട് പറയുന്നത് നമ്മളുടെ സോവർണിറ്റി, ഇന്ത്യയുടെ യൂണിറ്റി, ഇന്ത്യയുടെ ഇന്റഗ്രിറ്റി, ഇതെല്ലാം ഒരുമിച്ച് നശിപ്പിക്കാണ്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അതെ. നാലാമതായിട്ട് പറയുന്നത് ഓരോ സർവീസും എപ്പോഴെങ്കിലും സർവീസിന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ധൈര്യത്തോടെ ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരിക്കണം. പിന്നെ അഞ്ചാമതും നമ്മൾ പറയുന്നു ഹാർമോണിയസ് ആയിട്ട് എല്ലാവരും പരസ്പരം സ്നേഹത്തോടെയും ബ്രദർഹുഡോടുകൂടിയും അതേമാതിരി തന്നെ മതഭേദമില്ലാണ്ട് ഭാഷകളുടെ വ്യത്യാസമില്ലാണ്ട് റീജിയണൽ എവിടെ താമസിക്കുന്നു എന്ന വ്യത്യാസമില്ലാണ്ട് ഏത് സെക്ഷണൽ ഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിൽ വ്യത്യാസമില്ലാണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അതേമാതിരി തന്നെ അതിന്റെ ഒപ്പം തന്നെ സ്ത്രീകൾക്കുള്ള സ്വാതന്ത്ര്യം, സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുക, സ്ത്രീകളുടെ കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുക, ഇതൊക്കെ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ ഒരു പൗരന്റെ ധർമ്മമാണ്. അപ്പൊ പ്രിസർവ് ചെയ്യണം. ഇന്ത്യൻ ഹെറിറ്റേജും അതിന്റെ കോമ്പോസിറ്റ് ആയുള്ള കൾച്ചറും പ്രിസർവ് ചെയ്യണം. അതേമാതിരി തന്നെ എൻവയറമെന്റ്, നമ്മളുടെ ഫോറസ്റ്റ്, ലേക്ക്, റിവർ, ഇതിനെയൊക്കെ നശിപ്പിക്കാണ്ട് കൊണ്ടുപോകുക എന്നുള്ളതും ഒരു പൗരന്റെ ധർമ്മമാണ്. അതേമാതിരി തന്നെ സയന്റിഫിക് ടെമ്പർ, ഹ്യൂമാനിസത്തിനെ പറ്റിയും അല്ലെങ്കിൽ ഒരു മനുഷ്യരാശിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനെ എൻക്വയറി, അവരുടെ റീഫോംസ് നമുക്ക് എന്തൊക്കെ വിധത്തിൽ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. പബ്ലിക് പ്രോപ്പർട്ടിയൊക്കെ സേഫ് ഗാർഡ് ചെയ്യുക, നശിപ്പിക്കാണ്ടിരിക്കുക. ഇതൊക്കെ ഒരു ഇന്ത്യൻ പൗരന്റെ ധർമ്മമാണ്, ഡ്യൂട്ടിയാണ്. അപ്പൊ അതേമാതിരി തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓരോ പൗരനും അതേമാതിരി കളക്റ്റീവ് ആയിട്ടുള്ളവർക്കും നേഷന് വേണ്ടി അതായത് നമ്മളുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, നമ്മളുടെ ലെവലിൽ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അത് ചെയ്യണം, നാടിനെ നന്നാക്കാൻ ശ്രമിക്കണം എന്നുകൂടെ അവിടെ പരാമർശിക്കുന്നു. അത് കൂടാണ്ട് ഓരോ പാരന്റിനും, എല്ലാ പാരന്റും എല്ലാ ഗാർഡിയനും അവനവന്റെ കുട്ടികളുടെ എഡ്യൂക്കേഷനെ പറ്റിയും അവനവന്റെ കുട്ടികളുടെ ആരോഗ്യത്തിനെ പറ്റിയും വളരെ കെയർഫുൾ ആയിട്ട് അല്ലെങ്കിൽ വളരെ വേണ്ട വിധത്തിൽ ചെയ്യണമെന്നും പരാമർശിക്കുന്നു. അപ്പൊ ഓരോ നമ്മളുടെ സ്വാതന്ത്ര്യം മാത്രം എടുത്ത് അനുഭവിച്ചാൽ മാത്രം പോരാ, അതിന് ഒപ്പത്തിനൊപ്പം നമ്മളുടെ കർമ്മങ്ങളും ചെയ്യണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി ഈ അമെൻമെന്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ചില അമെൻമെന്റ്സ് വരുത്തിയിട്ടുണ്ട്, അതായത് ചേഞ്ചുകൾ വരുത്തിയിട്ടുണ്ട്. അതെന്തൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ ആർട്ടിക്കിൾസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസില് 42ാമത്തെ അമെൻമെന്റ് ആക്ടിൽ നമ്മൾ പറഞ്ഞു 1976 ന്യൂ ആയിട്ട് പുതിയതായിട്ടുള്ള ചില സ്റ്റേറ്റും അതേമാതിരി ഹെൽത്തി ഡെവലപ്മെന്റ്, ചിൽഡ്രന്റെ ആർട്ടിക്കിൾ 39 പ്രൊമോട്ട് ചെയ്ത ജസ്റ്റിസും ലീഗൽ ഫ്രീ ലീഗൽ സഹായം, അത് ആർട്ടിക്കിൾ 39A. അതേമാതിരി വർക്കേഴ്സിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ മാനേജ്മെന്റ് ഇൻഡസ്ട്രീസിൽ, അത് 43A. അതേമാതിരി പ്രൊട്ടക്ട് എൻവയറമെന്റും ബാക്കിയുള്ള സ്ഥലങ്ങളും രക്ഷപ്പെടുത്തുക, ഇതൊക്കെ 44 ഇതുമാതിരി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിനെയൊക്കെ ഇവർ ഈ 44 അമെൻമെന്റിൽ 78ലാണ് ഇത് കൊണ്ടുവരുന്നത്. ആർട്ടിക്കിൾ 38 സ്റ്റേറ്റ് മിനിമം ഇൻക്വാളിറ്റീസ്, സ്റ്റേറ്റ് എന്താ ചെയ്യേണ്ടത്, ഏറ്റവും കുറഞ്ഞ ഇൻകം അല്ലെങ്കിൽ ഒരു കാരണവശാലും വ്യത്യാസങ്ങൾ വരുത്താൻ പാടില്ല. സ്റ്റേറ്റസില്, ഫെസിലിറ്റീസില് ഒരാൾക്ക് കുറഞ്ഞ ഇൻകം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് അവർക്ക് കിട്ടേണ്ട ഫെസിലിറ്റി കിട്ടാണ്ടിരിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് പറയുന്നത്. 86 അമെൻമെന്റ് 2002 ഇവിടെ പറഞ്ഞിട്ടുള്ളത് രണ്ടും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഒരുമിച്ച് കൊണ്ടുപോകണം. അത് ആർട്ടിക്കിൾ 45 വഴി അവര് ചെറിയ കുട്ടികളുടെ, അതായത് കുഞ്ഞു പിള്ളേരുടെ ഹെൽത്ത് കെയർ നോക്കണം, അതേമാതിരി തന്നെ എഡ്യൂക്കേഷൻ നോക്കണം എന്നൊക്കെ. അത് 16 വയസ്സ് വരെ നമുക്കൊരു ഒരു ഡ്യൂട്ടി ഉണ്ട്, ഒരു ഫണ്ടമെന്റൽ റൈറ്റ് തന്നെ. 6 മുതൽ 16 വയസ്സ് വരെ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ളതും ഇവിടെ പരാമർശിക്കുന്നു. അപ്പോൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടികളിൽ അല്ലെങ്കിൽ നമ്മളുടെ ധർമ്മങ്ങളിൽ പാരന്റ്സും അവരുടേതായ ധർമ്മങ്ങൾ ചെയ്യണം, അവരുടേതായ പൗരധർമ്മം ചെയ്യണം. അതേമാതിരി സ്റ്റേറ്റും സ്റ്റേറ്റിൻ്റെതായ പോളിസികൾ വളരെ
കൃത്യമായിട്ടും ക്ലിയർ ആയിട്ടും വൃത്തിയായിട്ടും ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടി ചെയ്യണം എന്നുള്ളതാണ് പരാമർശിച്ചു പോയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ സ്റ്റേറ്റ് പോളിസികളിലും അതേമാതിരി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിലും നമ്മൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെ? എക്സിക്യൂട്ട് ചെയ്തു വരുമ്പോൾ കമ്മീഷൻ വെക്കുന്നു, ഒരു പ്ലാനിംഗ് കമ്മീഷൻ വരും. ആ പ്ലാനിംഗ് കമ്മീഷൻ 5 വർഷ പഞ്ചവത്സര പദ്ധതി വഴി നമ്മൾ ഒരു പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടാക്കി, ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് ആദ്യത്തെ എന്തായിരുന്നു? ജമീന്ദാറി സിസ്റ്റം അബോളിഷ് ചെയ്യുക, ജമീന്ദാറിന്റെ ലാൻഡ് ഹോൾഡിങ്സ് എന്ന് പറയുന്ന സിസ്റ്റം അബോളിഷ് ചെയ്തു. പിന്നെ വന്ന് ലാൻഡിന്റെ വാടക എങ്ങനെ റെഡിയാക്കണം, അതേമാതിരി സീലിങ്സ്, ലാൻഡ് എത്രത്തോളം നമുക്ക് കൈവയ്ക്കാന്നുള്ളതാണ് സീലിംഗ് എന്ന് പറയാം, ലാൻഡ് ഹോൾഡിങ്ങിന്റെ സീലിംഗ് എന്ന് പറയും. കോപ്പറേറ്റീവ് ഫാമിംഗ് ഉണ്ടാക്കി, റെഡ്യൂസ് ചെയ്തു. അതായത് കർഷകരുടെ റൂറൽ സൊസൈറ്റിയിലെ വ്യത്യാസങ്ങൾ, വളരെ വൈഡായിട്ടുള്ള വ്യത്യാസങ്ങൾ കുറയ്ക്കാനാണ് ഈ വിധമായ എല്ലാവിധ മെഷർമെന്റ്സും എടുക്കുന്നത്. മാത്രമല്ല ഈ ഗവൺമെന്റിന് പ്രൊട്ടക്ട് ചെയ്യണം, പഴയ പുവറായിട്ടുള്ള കർഷകനെ പ്രൊട്ടക്ട് ചെയ്യണം, ഒരു വെയിറ്റ് മിനിമം ആയിട്ടുള്ള ഒരു ശമ്പളം കിട്ടണം. അത് മാത്രമല്ല അവർക്ക് ഫ്രീ ആയിട്ടുള്ള ധനസഹായത്തിന് കൂടാതെ ആരോഗ്യമായ ശരീരം, ആരോഗ്യമായ ചൈൽഡ് ലേബർ, അതേമാതിരി ഫ്രീ ലീഗൽ എയ്ഡ്, നിയമപരമായ സഹായം. അപ്പൊ ബോണ്ടഡ് ലേബർ ചെയ്യാൻ പാടില്ല, അതായത് പൈസ ഇല്ലാണ്ട് ചെയ്യുന്ന ജോലിയാണ് ബോണ്ടഡ് ലേബർ അറിയുക. ഏത് വിധത്തിലും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് വരാൻ പാടില്ല. മെഷേഴ്സ് വിമനെ ഇൻക്ലൂഡിങ് വിമൻ ആണെങ്കിൽ അവർക്ക് മെറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടണം, റെമ്യൂണറേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടണം. ഇങ്ങനെ ഈ കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു കമ്മീഷൻ വെച്ചിട്ട് കമ്മീഷനാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഗവൺമെന്റ് സെറ്റപ്പ് ചെയ്തു വില്ലേജിലെ ഖാദി ഇൻഡസ്ട്രീസ്, ഖാദിയും ഖാദിയുടെ ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കാൻ ഒരു കമ്മീഷന്മാര് സെറ്റപ്പ് ചെയ്യാണ്. കോട്ടേജ് ഇൻഡസ്ട്രീസിനെ അല്ലെങ്കിൽ ഗ്രാമത്തിലുള്ള വ്യവസായത്തിന് കുടിൽ വ്യവസായം എന്ന് പറയാം, അതിനെ പ്രൊമോട്ട് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യണം. ഏൻഷ്യന്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സും നമ്മളുടെ രാഷ്ട്രീയത്തിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ടത് അതൊക്കെ നോക്കണം എന്നുള്ളതും പരാമർശിക്കുന്നു. കൂടാതെ റിസർവേഷൻ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, OBC, ഇവർക്ക് ജോലിക്ക് റിസർവേഷൻ ചെയ്യുന്ന മാതിരി തന്നെ അവരുടെ സീറ്റ് റിസർവേഷൻ, അവരുടെ പഠിത്തത്തിലുള്ള റിസർവേഷൻസും കൊടുക്കുന്നുണ്ട്. അവർക്ക് മാർക്ക് കുറവായാലും അഡ്മിഷൻ കിട്ടണം, മാർക്ക് പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ മാർക്ക് കുറവായാലും അവർക്ക് ജോലി കിട്ടണം. കാരണം അവർ ഇക്കണോമിക്കൽ അതർ ബാക്ക്വേർഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ് ആണ്, അവർ ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിരിക്കാം. ഷെഡ്യൂൾ ട്രൈബ് എന്ന് പറഞ്ഞാൽ താഴ്ന്ന വർഗ്ഗക്കാര്, ഷെഡ്യൂൾ കാസ്റ്റും താഴ്ന്ന വർഗ്ഗക്കാര്. അപ്പൊ അവരെ നമ്മൾ ഈ സൊസൈറ്റിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ, എംപവർമെന്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ലോസ്, പ്രൊട്ടക്ഷൻ, സിവിൽ റൈറ്റ്സും പ്രിവെൻഷൻ, സോഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ ഒരു വിധത്തിലും പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഇതില് ഈ വില്ലേജ് പഞ്ചായത്തും വില്ലേജ് റിസർവേഷൻസും വീക്കർ സെക്ഷൻ വഴി നടത്തിയെടുക്കുകയും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രോഗ്രാംസ് കൊണ്ടുവന്നിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, ഹിൽ ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം, മിനിമം നീഡ്സ് പ്രോഗ്രാം, IRDP, ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, MNGP, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, ഇങ്ങനെ പല ഹെൽത്ത് മിഷൻസ്, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻസ്, ഇതൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അതിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഏത് വിധത്തിൽ അത് ഇഫക്റ്റീവായിട്ട് നടത്തിയെടുക്കുന്നു എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആ കമ്മിറ്റീനെ ചെയർമാൻഷിപ്പ് കൊടുത്തത് ജസ്റ്റിസ് JS വർമ്മ. അപ്പോ ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ കമ്മിറ്റി ഉണ്ടാക്കി 1999. ഈ കമ്മിറ്റിക്ക് ഒരു നോട്ടീസ് കൊടുത്തു സുപ്രീം കോടതി, ഇന്ത്യയിലെ സുപ്രീം കോടതി. സുപ്രീം കോടതി ഗവൺമെന്റിനോട് പറഞ്ഞു ഈ ഡ്യൂട്ടിയൊക്കെ, അതായത് അവനവന്റെ ഡ്യൂട്ടി എന്താന്നുള്ളത് ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ പൗരനെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ ഫണ്ടമെന്റൽ ആയിട്ടുള്ള അവരുടെ ഡ്യൂട്ടികൾ എന്തൊക്കെയാന്ന് അവർ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഇമ്പ്രൂവ് ആവും. അവരുടെ ഓഫീസുകൾ, അവർ സ്വന്തമായിട്ടുള്ള പബ്ലിക് ഓഫീസ് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു വിധത്തിലും സെൽഫിഷ് ആയിട്ട് അല്ലെങ്കിൽ തനിക്ക് മാത്രം സ്വാർത്ഥതയോടെ പണിയെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കണം.
ബാക്കിയുള്ളവരുടെ ഇൻട്രസ്റ്റും നന്നായിരിക്കണം, പബ്ലിക് ഇൻട്രസ്റ്റ് അത് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞ് അവയർനെസ് കൊടുക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. പബ്ലിക് ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഒരു ഗവൺമെന്റ് ഓഫീസിൽ ഇരിക്കുന്ന ആള് കോഴ മേടിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഗിഫ്റ്റ് മേടിക്കുകയോ ഇതൊക്കെ തെറ്റാണ് എന്നുള്ളത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. എത്രത്തോളം ഓണസ്റ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ ഒരു ഗസറ്റഡ് ഓഫീസർ, അത്രയും നല്ലത് വിധത്തിൽ അയാൾക്ക് പ്രൊമോഷൻസ് അയാൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യുക. ഇതേമാതിരി തന്നെ ലീഡർഷിപ്പ്, ഒരാളുടെ ലീഡർഷിപ്പ് അയാളുടെ സ്കിൽ കൂടിയാണ് കാണുന്നത്. എത്രത്തോളം ഒരു നേതൃത്വം, നേതാവ് എന്നുള്ള ലെവൽ ഇവിടെ പബ്ലിക് നേതാവ് അല്ല ഉദ്ദേശിക്കുന്നത്, ഓഫീസറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഓഫീസർ, മാനേജർ എന്നുള്ള ലെവലിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലായാലും ശരി അയാളുടെ സഹപാഠികളെ പ്രോത്സാഹിപ്പിച്ച് അയാളുടെ വർക്കുകൾ പ്രോംപ്റ്റ് ആയിട്ട് ചെയ്യിപ്പിച്ചിട്ട് ഒരു റോൾ മോഡലായിട്ട് കൊണ്ടുവരണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇനി ഇതിന്റെ കൂടെ ലിമിറ്റേഷൻസ് ഉണ്ട്. എന്താണ് ഇതിന്റെ ലിമിറ്റേഷൻസ്? ലിമിറ്റേഷൻസ് പറയുമ്പോൾ ചെയ്യാൻ പറ്റുന്നതിൽ മേലെ ചെയ്യാൻ പറ്റില്ല. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു വിധത്തിൽ അത് ഇതിന്റെ പരിമിതിയുണ്ട്. ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അത് ചെയ്ത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ ലിമിറ്റേഷൻസ് എന്ന് നമ്മൾ പറയുന്നതിന്റെ അർത്ഥം. ഇവിടെ എക്സെംഷൻസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലുണ്ടോ ഒന്ന് നോക്കുകയാണ് നമ്മൾ. അപ്പോൾ ഈ അസംബ്ലി, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ലിമിറ്റേഷൻസിൽ നോൺ ജസ്റ്റിയബിൾ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞ ലിമിറ്റേഷൻ. അതായത് കോടതിയിൽ പോയിട്ട് കാര്യമില്ല. ചില കാര്യങ്ങൾ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്തില്ലെങ്കിൽ അത് അവിടെ കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ട് കാര്യമില്ല. KT ഷാ പറയുന്നുണ്ട് ലിമിറ്റേഷൻസിൽ പോളിസി പയസ് വിഷസ് ആണ്. TT കൃഷ്ണമാചാരി പറയുന്നത് ഇതിനെ, അതായത് ലിമിറ്റേഷനെ പറയുന്നത് വേരിറ്റബിൾ ഡസ്റ്റ്ബിൻ ഓഫ് സെന്റിമെന്റ് എന്ന് പറയും. അപ്പോ സാന്താനം പറയുന്നത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഇവർക്ക് ഇതിനെ കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺഫ്ലിക്ട്സ് ആക്കി മാറ്റാൻ പാടില്ല. സ്റ്റേറ്റും സെൻട്രലും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പാടില്ല. പ്രസിഡന്റ് ആയാലും ശരി, പ്രൈം മിനിസ്റ്റർ ആയാലും ശരി, ഗവർണർ ആയാലും ശരി, ചീഫ് മിനിസ്റ്റർ ആയാലും ശരി, അവരുടെ ഡയറക്ഷനില്, അവരുടെ ഗൈഡൻസില് ലെജിസ്ലേഷൻ ഏത് വിധത്തിൽ പ്രോബ്ലം അല്ലാത്ത വിധത്തിൽ നടത്തിക്കൊണ്ടു പോകണം. അതേമാതിരി തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എൻഫോഴ്സ് ചെയ്യാവുന്നത്, നോൺ എൻഫോഴ്സബിൾ അതേമാതിരി എൻഫോഴ്സ് ചെയ്യിക്കാൻ പാടില്ല. അപ്പോ ഓരോ പൗരനും അവനവന്റെ വർക്ക് ചെയ്യാനും അതിൽ കൂടെ രാജ്യത്തിന് നന്മ വരുത്താനും വേണം ഇത് പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ ഇതില് പണിഷ് ചെയ്യാനും ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ DSPയും ഫണ്ടമെന്റൽ റൈറ്റ്സും നമ്മൾ സ്വാതന്ത്ര്യം, നമ്മളിപ്പോ പ്ലാസ്റ്റിക് ഇടാൻ പാടില്ല എന്നൊരു ഗവൺമെന്റിന്റെ ഡ്യൂട്ടി ഉണ്ട്, അല്ലെങ്കിൽ പരാമർശമുണ്ട് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നു, എന്നിട്ടും പ്ലാസ്റ്റിക്സ് കാണുന്നില്ലേ നാട്ടിൽ. അപ്പോൾ ഇതിനെ അറിഞ്ഞുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കേസ് വരുമ്പോഴാണ് ഗവൺമെന്റിന് ഇത്തിരി ഡിഫിക്കൽട്ടി, അത് അവരുടെ ലിമിറ്റേഷൻസിന്റെ ഉള്ളിൽ നിന്ന് വേണം ഇതൊക്കെ ചെയ്യിക്കാനായിട്ട്. പക്ഷെ പുറം രാജ്യങ്ങളിൽ, USSRല്, ചൈനയില്, പോളണ്ടില്, ചെക്കോസ്ലോവേക്കിയയില്, നെതർലാൻഡില്, ജപ്പാനില്, റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാം ആൻഡ് അൽബേനിയ, ഇവിടെയൊക്കെ ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് ലീഗലി എൻഫോഴ്സിബിൾ ആണ്. അതായത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഗവൺമെന്റ് നിങ്ങൾ ചെയ്യേണ്ട ധർമ്മം ശരി, ലൈനിൽ നിന്ന് വരിക. ഫോർ എക്സാമ്പിൾ, ലൈനിൽ നിന്ന് വന്നില്ലെങ്കിൽ നിങ്ങളെ ലീഗലി പോലീസ് പിടിക്കും. സിംഗപ്പൂരിൽ കണ്ടോ, നിങ്ങൾ പേപ്പറോ ഒരു വല്ലതോ റോഡിലിട്ടാൽ ഉടനെ ഫൈൻ അടിക്കും. അത് ഇല്ലീഗലായിട്ട് നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിന് നിങ്ങളെ അവയർനെസ് വരുത്താനാണ്. അപ്പൊ അങ്ങനെയുള്ള ലീഗലായിട്ട് നാടുകൾ, ഈ പുറം നാടുകളിൽ ഈ പണിഷ്മെന്റ് കൊടുക്കുന്നത് കൊണ്ടാണ് അവിടെ അത്രയും മോശമായിട്ട് അവർ പെരുമാറാണ്ടിരിക്കുന്നത്. അവർക്കറിയാം, ജനതയ്ക്ക് അറിയാം ഇത് ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ അവിടെ ലീഗൽ ആക്ഷൻ വരുമെന്നുള്ള ഒരു കോൺഷ്യസ്നെസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്, എല്ലാ സിറ്റിസണും, എല്ലാ പൗരനും അവനവന്റെ ധർമ്മം, അവനവന്റെ ഡ്യൂട്ടി ചെയ്യേണ്ടത്, എനിക്ക് റൈറ്റ്സ്, എന്റെ സ്വാതന്ത്ര്യം ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്റെ ഡ്യൂട്ടിയും അതിന്റെ ഒപ്പത്തിനൊപ്പം ഡ്യൂട്ടികളുണ്ട്. ആ ഡ്യൂട്ടി കൂടെ ധർമ്മമായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഇതിന്റെ ആ കോൺഷ്യസ്നെസ്, റിയലൈസേഷൻ വരണം. സിവിൽ കോടതി ആയാലും ശരി, സിവിൽ സൊസൈറ്റി ആയാലും ശരി, പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ആയാലും ശരി, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ അവർ കോൺഷ്യസ് ആയിട്ട് ചെയ്തു വരുമ്പോൾ എന്താ വരുന്നത്,
ആ രാജ്യത്തിന് ഒരു നന്മ വരും. അതാണ് ഈ ലെസണിൽ നമ്മൾ പറഞ്ഞു വന്നത് മുഴുവനും. ഇനി അടുത്ത ലെസണിലേക്ക് ഞാൻ പോവാണ്, യൂണിറ്റിലേക്ക്. അത് നിയമസഭ, ലെജിസ്ലേച്ചർ, ഇന്ത്യൻ ലെജിസ്ലേച്ചറെ പറ്റിയാണ് നമ്മൾ ആദ്യമായിട്ട് പരാമർശിക്കാൻ പോകുന്നത്. അപ്പോ ലെജിസ്ലേച്ചർ എന്ന് വെച്ചാൽ ലെസ് എന്ന് പറഞ്ഞാൽ ലാറ്റിൻ വേർഡാണ്. അതിന്റെ അർത്ഥം സംതിങ് റിലേറ്റഡ് വിത്ത് ലീഗൽ റോൾ, ലീഗലി നടത്തുക, അതായത് നിയമപരമായിട്ട് നടത്തുക എന്നുള്ളതാണ് ലെക്സ് എന്നുള്ള ലാറ്റിൻ വേർഡിനാണ് ഉത്ഭവം. അപ്പൊ അവിടെ പറഞ്ഞു എന്താണ്, ഏതാണോ നിയമം അതിനെ നടപ്പിലാക്കി കൊണ്ടുവരുന്നത്, നടപ്പിലാക്കാൻ ഉള്ള ഒരു ഓഫീസ് അല്ലെങ്കിൽ നടത്തിക്കാനുള്ള ഒരു ഓഫീസിനാണ് ടേം ലെജിസ്ലേച്ചർ എന്ന് പറയാം. ഇതിനെ ഇവിടെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പറയുമ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷന് ആർക്ക് വേണ്ടി, അത് ആർക്ക് വേണ്ടി ആര് നടത്തുന്നു? ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാര്, MPs ആണ്, മെമ്പർ ഓഫ് പാർലമെന്റ് ആണ് പാർലമെന്റിൽ പോയിരിക്കുന്നത്, അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ MLA. അപ്പൊ നിങ്ങൾ ജനങ്ങളാൽ രക്ഷപ്പെട്ട ജനാധിപത്യമാണ് ഇവിടെയുള്ളത്. നിങ്ങൾ ജനങ്ങളാൽ ഇലക്ട് ചെയ്ത് ഓഫീസ് ബെയറർ ആകുമ്പോൾ നിങ്ങൾക്കൊരു ധർമ്മമുണ്ട്, പൗരധർമ്മമുണ്ട്. ആ എലക്ഷൻ ചെയ്ത് നിങ്ങളെ ഇവിടെ പറഞ്ഞയച്ചവരെ ഉപദ്രവിക്കാണ്ടിരിക്കുക, അവർക്ക് വേണ്ട നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ ധർമ്മം. അപ്പൊ ഇവിടെ നമ്മൾ എസെൻഷ്യൽ ആയിട്ട് ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് പറയുമ്പോൾ രണ്ട് വിധത്തിൽ ലെജിസ്ലേച്ചർ ഉണ്ട്. ഒന്ന് പാർലമെന്ററി ഫോം ഓഫ് ലെജിസ്ലേച്ചർ, ഒന്ന് പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ലെജിസ്ലേച്ചർ. ഇത് നിയമസഭയെ പറ്റിയാണ് ആദ്യമായിട്ട് പറയുന്നത്. പാർലമെന്ററി ഫോം ഓഫ് മോഡലിൽ വരുമ്പോൾ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ, അതായത് എലക്ട് ചെയ്ത് വന്നിട്ടുള്ള ലെജിസ്ലേച്ചറിൽ നിന്നുള്ളാണ് ഉള്ളവരെ മെമ്പർഷിപ്പിനെ പിന്നെയും ഒരു എലക്ഷൻ എടുത്താണ് അവരെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആക്കുന്നത്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആക്കുന്നത്. ആ എക്സിക്യൂട്ടീവിന് ഈ നിയമസഭയോട് ആണ് അവർക്ക് ഉത്തരം കൂടുതൽ പറയേണ്ടത്. അതേസമയം പ്രസിഡൻഷ്യൽ സിസ്റ്റത്തില്, തിയറിയില് പ്രസിഡൻഷ്യൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ പവേഴ്സ് ആണ് വ്യത്യാസം വരുന്നത്. പവേഴ്സിന് ഗവൺമെന്റ് പ്രസിഡന്റ് ആണ് ടോപ്പിൽ, അമേരിക്കയിലെ പ്രസിഡന്റ് ആണ്, പ്രസിഡൻഷ്യൽ സിസ്റ്റമാണ്. അപ്പൊ അവിടെ ഗവൺമെന്റ് കൂടുതലും പ്രസിഡന്റിന്റെ ഡിസിഷൻ ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രസിഡന്റിന് പവർ കൂടുതലായിട്ട് വരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഇന്ത്യയെ പരാമർശിക്കുമ്പോൾ നമുക്ക് സ്റ്റേറ്റ് ലെവൽ രണ്ട് ലെവലിലുണ്ട് ലെജിസ്ലേച്ചർ. ഒന്ന് യൂണിയൻ ലെവൽ, അതായത് ഡൽഹി ലെവലില്. അത് പാർലമെന്റ് എന്ന് പറയും. സ്റ്റേറ്റ്, അതായത് നമ്മളുടെ സംസ്ഥാനം വരുമ്പോൾ അവിടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റേറ്റ് അസംബ്ലി എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ രണ്ട് ബൈ ആയിട്ടാണ് നമ്മളുടെ നിയമസഭ വർക്ക് ചെയ്യുന്നത്. ആ പാർലമെന്റ് ഓഫ് ഇന്ത്യ ഗവൺമെന്റ് ക്രിയേഷൻ ചെയ്തിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ളവർ, സുപ്രീം റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളുടെ പാർലമെന്റിൽ വരുന്നത്. അതിൽ ഹയസ്റ്റ് ലെജിസ്ലേറ്റീവ് ഓർഗൻ ആണ് നമ്മളുടെ ഇന്ത്യൻ പാർലമെന്റ്. കാരണം ഇവിടെ ഫോറം മുഴുവനും പബ്ലിക് ഒപ്പീനിയന്റെ റെപ്രസെന്റേറ്റീവ്സ് ആണ് ലെജിസ്ലേച്ചറിൽ ഇരിക്കുക. അതുകൊണ്ടാണ് അതിന്റെ പവർ കൂടുതൽ ഞാൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇനി യൂണിയൻ ലെജിസ്ലേച്ചർ എന്താന്ന് വെച്ചാൽ ആരാണ് അവിടുത്തെ ആൾക്കാർ? യൂണിയൻ ലെജിസ്ലേച്ചർ പ്രൊവിഷൻ നമ്പർ ആർട്ടിക്കിൾ 79 ഇതിനെപ്പറ്റി പരാമർശിച്ചിട്ടുള്ളത്. പ്രസിഡന്റ്, 2 ലോക്സഭയും രാജ്യസഭയും അതിലത്തെ ആൾക്കാർ. ആരാണ് യൂണിയൻ ലെജിസ്ലേച്ചറിൽ വരുന്നതെന്നാണ് ഞാൻ ഈ പറയുന്നത്. 2 ഹൗസിന്റെ ആൾക്കാർ, ലോക്സഭ ആസ് വെൽ ആസ് രാജ്യസഭ. അതുകൂടാണ്ട് അവിടെ ലോക്സഭയ്ക്ക് സബ്ജക്ട് ചെയ്യാനും, രാജ്യസഭ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ചേംബർ ആണ്. അത് ഡിസോൾവ് ആവുന്നില്ല, പിരിച്ചുവിടപ്പെടുന്നില്ല. പ്രസിഡന്റിന്റെ ഓഫീസും ഒരിക്കലും കാലിയായിട്ട് ഇരിക്കുന്നില്ല. ആക്ടിംഗ് പ്രസിഡന്റ് എങ്കിലും വരും ആ സമയത്ത്. ഇവിടെ പ്രസിഡന്റിന്റെ നേച്ചർ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ അമേരിക്കൻ പ്രസിഡന്റിന് മാതിരിയല്ല ഇവിടെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ വ്യത്യാസം എന്താ വെച്ചാൽ ഒരു അസംബ്ലിയിൽ ഇവരുടെ 2 ഹൗസിന്റെയും അവരുടെ തർക്കങ്ങൾ നടക്കുമ്പോൾ, ഡെലിബറേഷൻസ് നടക്കുമ്പോൾ അവിടെ പേഴ്സണലായിട്ട് ഇരിക്കണമെന്നില്ല. പക്ഷെ അവിടെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷനുണ്ട്. പ്രസിഡന്റ് തുടങ്ങി വെക്കുന്നു സമൻസ്, അല്ലെങ്കിൽ ഒരു ഹൗസിന്റെ ഒരു സെഷൻ തുടങ്ങി കൊടുക്കുന്നു, എന്നിട്ട് പവർ ഡിസോൾവ് ചെയ്യും. അതേസമയം പ്രസിഡന്റിന് ലോക്സഭ ഡിസോൾവ് ചെയ്യാനുള്ള പവറുണ്ട്.
ഒരു ബില്ല്, ഏത് ബില്ലായാലും ശരി, പ്രസിഡന്റ് ഒപ്പോടുകൂടി മാത്രമേ അത് ലോ ആകാൻ പോകുന്നുള്ളൂ. പ്രസിഡന്റിന് വേറെ നോക്കുകയാണെങ്കിൽ 2 ഹൗസിലും വേണ്ട കാര്യങ്ങൾ ഓർഡിനൻസ് അയക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പൊ ടെമ്പററി നേച്ചർ ആണെങ്കിലും ശരി, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നേച്ചർ ആയാലും ശരി, ഇത് നമ്മൾ പ്രസിഡന്റിനെ പറ്റിയുള്ള ഒരു ലെസൺ വരുമ്പോ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഇനി ലോക്സഭയിൽ എന്തൊക്കെയാണ്, ആരൊക്കെയാണ് ലോക്സഭയിൽ ഇൻവോൾവ്മെന്റ് ഉള്ളത്? ലോക്സഭ എന്ന് പറയുന്നാൽ, അല്ലെങ്കിൽ പറയാം ഹൗസ് ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ സഭ, ജനസഭ അല്ലെങ്കിൽ ലോക്സഭ. ഓക്കെ, ഇതിനെയാണ് ലോവർ ഹൗസ് എന്ന് പറയുന്നത്. ഇവിടെ 530 മെമ്പേഴ്സ് ഉണ്ട്. ഓരോ ടെറിട്ടറിയിൽ നിന്നും, ടെറിട്ടറിയിൽ ഓരോ, അതായത് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന്, സ്റ്റേറ്റിലുള്ള കോൺസ്റ്റിറ്റ്യുവൻസി, അത് പ്രൊപ്പോർഷൻ അങ്ങനെയാണ് വരുന്നത്. മെമ്പർ എത്ര പോപ്പുലേഷൻ ഉണ്ടോ അതനുസരിച്ചിട്ടാണ് സീറ്റ് വരിക. അപ്പൊ ഇവിടെ 20 മെമ്പേഴ്സിൽ, ഒരു യൂണിയൻ ടെറിട്ടറിയിൽ നിന്ന് 20 മെമ്പേഴ്സിൽ കൂടുതൽ വരാൻ പറ്റില്ല. പ്രസിഡന്റ് കൂടാണ്ട് പ്രസിഡന്റ് 2 മെമ്പേഴ്സിനെ, അതായത് ആംഗ്ലോ ഇന്ത്യൻ മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യും. നോമിനേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എലക്ഷൻ അല്ല, പ്രസിഡന്റ് ആണ് ഇന്ന ആളുടെ പേര്, ഇന്ന ആള് നോമിനേറ്റ് ചെയ്യുക. അങ്ങനെ അത് നോമിനേറ്റ് ചെയ്യുന്ന മെമ്പേഴ്സും ഇവിടെ ഉണ്ടാവും. ഇനി ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റേറ്റിന്, ഓരോ സ്റ്റേറ്റിന് എത്ര സീറ്റ് കൊടുക്കാന്നുള്ള ആ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് ഇപ്പോ ലൈവായിട്ട് പാർലമെന്റിന്റെ സെഷൻസ് ടിവിയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൽ കാണാൻ പറ്റും ഓരോ സൈഡ്, എവിടെ റൈറ്റ് സൈഡിൽ ആരിയിരിക്കും, ലെഫ്റ്റ് സൈഡിൽ ആരിയിരിക്കും. പാർലമെന്റ് സെഷൻ തുടങ്ങുമ്പോൾ ക്ലിയർ ആയിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർ കാണുക, മനസ്സിലാക്കുക. അപ്പൊ ടെറിട്ടോറിയൽ റെപ്രസെന്റേഷൻ ആണ്. ടെറിട്ടോറിയൽ റെപ്രസെന്റേഷൻസിൽ എത്രയുണ്ടോ നിങ്ങളുടെ സീറ്റ് അലോട്ട്മെന്റ് വരുന്നത്, പോപ്പുലേഷനും പ്രപ്പോർഷനും, ഇതാണ് പോപ്പുലേഷൻ ഇൻ പ്രപ്പോർഷൻ ടു ദ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ഓൾ ദ സ്റ്റേറ്റ്സ്. അങ്ങനെയാണത്, പ്രപ്പോർഷൻ നോക്കിയിട്ടാണ് അതിന്റെ സീറ്റ് കൊടുക്കുക. വലിയ പോപ്പുലേഷൻ ഉള്ള ഒരു സംസ്ഥാനമാണെങ്കിൽ അവർക്ക് സീറ്റ് കൂടുതൽ ലഭിക്കും. അപ്പൊ ഇവിടെ പർപ്പസിന്റെ ഇലക്ഷന് വേണ്ടി നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, ഓരോ സ്റ്റേറ്റിനെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടെറിട്ടോറിയൽ യൂണിറ്റ്സ്, സ്മോൾ കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്ന ലെവൽ ചെറിയ യൂണിറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഇലക്ഷൻസ് നടത്തുന്നത്. അപ്പോൾ ലോക്സഭയിലെ ഇലക്ഷൻ നടത്താനുള്ള ഫൗണ്ടേഷൻ ഈസ് അഡൽട്ട് ഫ്രാഞ്ചൈസ്. 18 വയസ്സ് കഴിഞ്ഞ പൗരൻ, ഇന്ത്യൻ പൗരൻ എലിജിബിൾ ആണ്, വോട്ട് ചെയ്യാൻ എലിജിബിൾ ആണ്. ആ വോട്ട് ചെയ്യുന്ന ആള് കാൻഡിഡേറ്റ് എത്രയും ലാർജ് നമ്പർ വോട്ട് കിട്ടുന്നോ അവരായിരിക്കും ആ ലോവർ ഹൗസിലേക്ക് 5 കൊല്ലത്തേക്ക് എടുക്കപ്പെടുന്നത്. പിന്നെ ഈ തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് അല്ലെങ്കിൽ ലോക്സഭയോ ഇത് പാർലമെന്റ് ടെന്യൂറോ ചില സമയത്ത് പ്രസിഡന്റിന്റെ പവർ ഉപയോഗിച്ച് ഡിസോൾവ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ ലോക്സഭയിലെ ഒരു പൗരൻ, ഇന്ത്യൻ പൗരൻ 25 വയസ്സ് ഉള്ള ആളായിരിക്കണം, കംപ്ലീറ്റ് ചെയ്തിരിക്കണം. 20 ക്വാളിറ്റിയാണ് അതിന്റെ എലിജിബിലിറ്റിയാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. 25 വയസ്സ് കംപ്ലീറ്റ് ചെയ്ത ആളായിരിക്കണം. വേറെ ഒന്നിലും പ്രത്യേകമായിട്ട് പറയുന്നില്ല. ഒരു ഫ്രീ ആയിട്ട് കോൺസ്റ്റിറ്റ്യുവൻസി, ഇന്ത്യൻ പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഏത് സ്റ്റേറ്റിലും എവിടെ വേണമെങ്കിലും നിന്ന് ജയിച്ചു വരാം. പിന്നെ വേറെ ഡിസ്ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് പാർലമെന്റിൽ. എന്താണ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് എ മെമ്പർ ചോദിക്കുകയാണെങ്കിൽ, ഒരു പേഴ്സണ് 2 ഹൗസിലും മെമ്പർ ആകാൻ പറ്റില്ല. ഒരു കാൻഡിഡേറ്റ് നമ്മൾ ഇലക്ഷന് നിൽക്കുന്നു സെവറൽ സീറ്റ്സിൽ, പക്ഷെ ജയിച്ചു വരുമ്പോൾ ഒരു സീറ്റിന് മാത്രമേ അവനോ അവൾക്കോ അത് ചാൻസസ് ഉള്ളൂ, ഒരു സീറ്റേ കിട്ടുള്ളൂ. ഒരാളില് 10 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നു ജയിച്ചു, പക്ഷെ 10 സീറ്റ് കിട്ടില്ല, ഒരു സീറ്റ്. അതേമാതിരി തന്നെ എലക്ഷൻ ചെയ്യുമ്പോൾ ലെജിസ്ലേച്ചറിലേക്കും പാർലമെന്റിലേക്കും ഏതെങ്കിലും ഒന്ന് റിസൈൻ ചെയ്യേണ്ടി വരും. ഒന്ന് സ്റ്റേറ്റ് ആണെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ റിസൈൻ ചെയ്യുക, പാർലമെന്റിലേക്ക് പോകുക, അല്ലെങ്കിൽ പാർലമെന്ററി സ്റ്റേ ചെയ്യുക, സ്റ്റേറ്റിൽ നിൽക്കുക. അത് ഒരു സീറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ഫോർഫീറ്റ് ആയി പോകും. ഇനി ഒരു പ്രോഫിറ്റ് ഗെയിൻ ചെയ്യുന്ന ഒരുവിധ ഓഫീസും ഹോൾഡ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ലോ ആണ്, നിയമമാണ്. ആ നിയമത്തിന്റെ ഉള്ളിൽ നിന്നിരിക്കണം. അല്ലാണ്ട് മാത്രമല്ല, ഈ കാൻഡിഡേറ്റിന് അൺസൗണ്ട് മൈൻഡ്, ബുദ്ധിഭ്രമമുള്ളവർക്ക് അല്ലെങ്കിൽ കോർട്ടിൽ പോവാനോ അല്ലെങ്കിൽ
ഇലക്ഷൻ നിൽക്കാനോ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഡിസ്ക്വാളിഫിക്കേഷൻ ചെയ്ത് വരുമ്പോൾ ആ മാത്രമല്ല ക്വാളിഫൈഡ് ആയി ഒരു സെഷനിൽ വന്നു, ഒരു പാർലമെന്റിൽ വന്നു, അല്ലെങ്കിൽ അസംബ്ലിയിൽ വന്നു, ആ 60 ദിവസം ഈ സെഷൻ നടക്കുമ്പോൾ, ലോക്സഭയുടെ സെഷൻ നടക്കുമ്പോൾ 60 ദിവസം നിങ്ങൾ വരാതിരിക്കുകയാണെങ്കിൽ, അവിടെ അറ്റൻഡ് ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ, ആസ് എ മെമ്പർ ഓഫ് ദി പാർലമെന്റ്, MP, നമ്മളെ പല സിനിമ നടന്മാരും MP ആയിട്ടുണ്ട്, അതേമാതിരി തന്നെ സ്പോർട്സ് പേഴ്സൺസ് MP ആയിട്ടുണ്ട്. അപ്പോൾ 60 ദിവസത്തിൽ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് ആബ്സെന്റ് ആണെങ്കിൽ അവർക്ക് ആ സ്ഥാനം ഒഴിയേണ്ടി വരും. അപ്പോൾ പിന്നത്തെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഒരു MP വന്നിട്ട് ഒരു വേറൊരു രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് എടുത്തിട്ടുള്ള ആൾക്ക് ഇവിടെ ഇരിക്കാൻ പാടില്ല. ഇങ്ങനത്തെ ചില കണ്ടീഷൻസ് ഉണ്ട്. അതേമാതിരി വേറൊരു സ്റ്റേറ്റിൽ നിന്നുള്ള ഒരു അക്നോളജ്മെന്റ് നമ്മൾക്ക് എടുക്കാൻ പാടില്ല. ഇനി രാജ്യസഭയിൽ എന്താണ് പറയുന്നതെന്ന് നോക്കുമ്പോൾ, രാജ്യസഭയിൽ പറഞ്ഞിട്ടുള്ളത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ആണ്, ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിന്റെ സ്റ്റേറ്റ്സ് ആണ്. ഇവിടെ രാജ്യസഭയിൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് നമ്മൾ പറയപ്പെടുന്നത്. ഇവിടെ സീറ്റ് 250 ആണ്. ഈ 250-ൽ 12 പേരെ നോമിനേറ്റ് ചെയ്യും പ്രസിഡന്റ്. 12 പേരെ നോമിനേറ്റ് ചെയ്യും, സ്പെഷ്യൽ ആയിട്ടുള്ളവര്. അതായത് ബേസ്ഡ് ഓൺ ദെയർ എന്താ പറയാ, അവരുടെ കോൺട്രിബ്യൂഷൻ ടു ദ സൊസൈറ്റി. ഇറ്റ് ക്യാൻ ബി ലിറ്ററേച്ചർ, അല്ലെങ്കിൽ ആർട്ട് സർവീസ് ചെയ്യുന്നവര്, അല്ലെങ്കിൽ സോഷ്യൽ സർവീസ് ചെയ്യുന്നവര്. ഇപ്പൊ നമ്മളുടെ ഫിലിം സ്റ്റാർസ്, അവരുടെ കോൺട്രിബ്യൂഷൻ എന്താന്ന് വെച്ചാൽ ആർട്ടിലുള്ള കോൺട്രിബ്യൂഷൻ, സയൻസിലുള്ള കോൺട്രിബ്യൂഷൻ, ഇതിനൊക്കെ വെച്ചുകൊണ്ടാണ് ഈ 12 പേരെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള മെമ്പേഴ്സിനെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്ന് ബേസ്ഡ് ഓൺ ദ പോപ്പുലേഷൻ നിന്ന് വരുമ്പോൾ അവിടെ ലോക്സഭയിലും രാജ്യസഭ അതേ ഇൻഡയറക്റ്റ് മെത്തേഡിലാണ് ഇലക്ഷൻ നടത്തുന്നത്. കൂടാണ്ട് ഇവിടെ ഒരു യൂണിഫോമിറ്റി ഇല്ല കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിൽ. ഇവിടെ വരുന്ന വെച്ചാല് ഒരു സ്റ്റേറ്റിന്റെ ലാർജർ പോപ്പുലേഷൻ ഹാസ് റെപ്രസെന്റേറ്റീവ്സ് ഹൗസിൽ വരുമ്പോൾ സ്മോളർ പോപ്പുലേഷൻ വരും. അതേമാതിരി തന്നെ ഒരു നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് രാജ്യസഭയിലേക്ക് വരുന്ന സ്റ്റേറ്റില് നാഗാലാൻഡ് ഒന്നാണെങ്കിൽ ഉത്തർപ്രദേശില് 34, കാരണം അവരുടെ സ്റ്റേറ്റ് വലുതാണ്, പോപ്പുലേഷൻ വലുതാണ്. ആ ബേസ്ഡ് വരുമ്പോൾ അവിടെ സീറ്റ് കൂടുതൽ വരും. ഇനി ഇതിൽ മാത്രമല്ല, ഇവിടെ ഈ റെപ്രസെന്റേഷനിൽ വരുമ്പോൾ യൂണിറ്റ്സ് ഓഫ് ഫെഡറേഷൻ ആണ് നമ്മൾ എടുത്തു പറയുന്നതിന്റെ ഒരു കാര്യം. പിന്നെ രാജ്യസഭ ഒരു കണ്ടിന്യൂയിങ് ചേംബർ ആണ്, പെർമനന്റ് ബോഡിയാണ്. അതവിടെ ഡിസൊല്യൂഷൻ വരുന്നില്ല. അതെങ്ങനെയെന്ന് വെച്ചാല് 2 കൊല്ലം കൂടുമ്പോൾ 1/3 മെമ്പേഴ്സ് റിട്ടയർ ആവും. അപ്പോ റിട്ടയർ ആകുമ്പോ അനുസരിച്ച് അതേമാതിരി ഇലക്ഷൻസിന്റെ ബേസില് ഈ 1/3 റിട്ടയർ ആകുമ്പോൾ അവിടെ വേക്കന്റ് പൊസിഷൻ ഫില്ല് ചെയ്ത് വരും. പിന്നെ രാജ്യസഭയിലുള്ള മെമ്പറിനുള്ള ടേം 5 കൊല്ലമല്ല 6 കൊല്ലമാണ്. അപ്പോ അത് ഡിസ്ക്വാളിഫിക്കേഷൻ വരാണ്ടിരുന്നാൽ മാത്രമേ, അല്ലെങ്കിൽ റിസൈൻ ചെയ്യാണ്ടിരുന്നാൽ മാത്രമേ 6 കൊല്ലം കഴിയുമ്പോഴത്തേക്കും പോകും. അപ്പൊ ഇങ്ങനെ ഈ എല്ലാവിധ ബ്രാഞ്ചസിലും ഉള്ളവർക്കാണ് ഈ നോമിനേഷൻ ചെയ്ത് മെമ്പർ ഓഫ് രാജ്യസഭ ആയിട്ട് വരുന്നത്. ഇനി ഈ രാജ്യസഭയുടെ പവേഴ്സ് എന്താന്ന് വെച്ചാൽ, അവരുടെ പവേഴ്സ് എന്താ വെച്ചാൽ, ലോക്സഭയുടെ കാര്യങ്ങളിൽ കൂടെ വോട്ട് ഓഫ് നോ കോൺഫിഡൻസ് വരുന്നില്ല. ഇവിടെ രാജ്യസഭയിൽ ബില്ല് അഭിപ്രായങ്ങളൊന്നും പറയാൻ പാടില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ സർട്ടൻ പവേഴ്സ് രാജ്യസഭയ്ക്ക് കൊടുത്തിട്ടുണ്ട്. റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ദ സ്റ്റേറ്റ്സ് ആണ് രാജ്യസഭ എൻജോയ് ചെയ്യുന്നത്. 2 എക്സ്ക്ലൂസീവ് പവേഴ്സ് ആണ്, കൺസിഡറബിൾ ആയിട്ട് ഇമ്പോർട്ടൻസ്. ആദ്യത്തത് എന്താന്ന് വെച്ചാല് 249 ആർട്ടിക്കിൾ 249 രാജ്യസഭ ഒരു റെസൊല്യൂഷൻ മെജോറിറ്റി നോട്ട് ലെസ് ദാൻ 2/3 വോട്ടിങ്ങിന് വരണം. അത് ഡിക്ലെയറിംഗ് ആണ്. അതിനുശേഷം പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് ലോ പാസ് ചെയ്ത ലോ റെസൊല്യൂഷനിൽ വാലിഡ് ആവണമെങ്കിൽ 1 ഇയർ കഴിയണം. രണ്ടാമത് പറയുന്നത് ആർട്ടിക്കിൾ 312 ഒരു സ്പെഷ്യൽ പവർ ഉണ്ട് രാജ്യസഭയ്ക്ക്, ടു പാസ് എ റെസൊല്യൂഷൻ. എന്തിനാ? അനദർ മാറ്റർ, മോർ ആൻഡ് മോർ ഓൾ ഇന്ത്യ ലെവലില് സർവീസ് ക്രിയേറ്റ് ചെയ്യാൻ. അതും അവിടെ
അവർക്ക് റെസൊല്യൂഷൻസ് പാസ് ചെയ്യാൻ പറ്റും. 249 ആർട്ടിക്കിൾ 312 മുഖാന്തരം. ഈ 2 ആർട്ടിക്കിൾ മുഖാന്തരം 2/3 മെമ്പേഴ്സ് പ്രസന്റ് അത് വോട്ടിംഗ് ചെയ്ത് ഹൗസ് ആക്കുന്നു. ഇതേമാതിരി സ്പെഷ്യൽ പ്രൊവിഷൻസില് രാജ്യസഭയില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്ത്യൻ ലെജിസ്ലേച്ചറിലുള്ള ഓർണമെന്റൽ ബോഡിയാണ്. കോമ്പസിഷനും ഇപ്പൊ നേരത്തെ പറഞ്ഞു. ഇനി പ്രിസൈഡിങ് ഓഫീസേഴ്സ് ആണ്. ഇതിനെ പാർലമെന്റിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? അവരെയാണ് നമ്മൾ പ്രിസൈഡിങ് ഓഫീസേഴ്സ് എന്ന് പറയാം. അതായത് ഇന്ത്യൻ പാർലമെന്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ലോക്സഭയിൽ ഒരു സ്പീക്കർ ഇരിക്കുന്നുണ്ട്. ആ സ്പീക്കറാണ് പ്രിൻസിപ്പൽ പ്രിസൈഡിങ് ഓഫീസർ. അപ്പോ പ്രിൻസിപ്പൽ സ്പീക്കർ ഇല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടാവും അസിസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ സ്പീക്കർ ആബ്സെന്റ് ആവുമ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ വിൽ ഡു ദ ജോബ്. അങ്ങനെ ചെയ്യുന്ന പണികൾ ഡെപ്യൂട്ടി സ്പീക്കർ ചെയ്യും. രാജ്യസഭയിൽ ഇത് ആരാന്ന് വെച്ചാല്, ഈ പറഞ്ഞത് സ്പീക്കർ പറഞ്ഞത് ലോക്സഭയാണ്. രാജ്യസഭയിൽ പ്രിസൈഡ് ചെയ്യുന്നത് ചെയർപേഴ്സൺ. നമ്മളുടെ അവിടെ ഒരു ചെയർപേഴ്സൺ ഉണ്ട്. അതേമാതിരി തന്നെ ഒരു ഡെപ്യൂട്ടി ചെയർപേഴ്സണും ഉണ്ട്. ഇവിടെയും ഈ പെർഫോമൻസ് ഇത് തന്നെയാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇനി സ്പീക്കറിന്റെ പൊസിഷൻ എന്താണ്? ലോക്സഭയിലെ സ്പീക്കർ എന്ന് വെച്ചാൽ മോർ ഓർ ലെസ് ഇംഗ്ലീഷ് കോമൺ ഹൗസ് ഓഫ് കോമൺസിന്റെ സ്പീക്കറിന്റെ അതേ പൊസിഷനാണ് വരുന്നത്. ഹൈ ആൻഡ് ഡിഗ്നിറ്റി, ഓത്തറൈസ്ഡ് ഡിഗ്നിറ്റി ആണ്. ഒരു പ്രാവശ്യം ഓഫീസിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പാർട്ടിയിലെയും മെമ്പർ ആകാണ്ട് ഒരു വിധത്തിലും ഇമ്പാർഷ്യലായിട്ട് നമ്മളുടെ ഡ്യൂട്ടി ചെയ്യണം എന്നുള്ളതാണ്. അത് ആണായാലും പെണ്ണായാലും അവരുടെ റൈറ്റ്സ് ഗാർഡിയൻ ചെയ്യേണ്ട, റൈറ്റ്സിനെയും പ്രിവിലേജസിനെയും മെമ്പേഴ്സിനെ ഗാർഡിയൻ ചെയ്യണം. ഒരാളോടും ശത്രുത പാടില്ല, ഒരാളോടും കൂടുതൽ സ്നേഹം പാടില്ല. നിഷ്പക്ഷമായി പാർലമെന്റ് നടത്തിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് സ്പീക്കറുടെ ഉദ്ദേശം. അപ്പൊ ഇവിടെ ഓർഡർലി ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും എല്ലാ മാറ്റേഴ്സും ഡിസ്കഷൻസ് കൊടുക്കുക. ഓഫീസിന്റെ, അതായത് ഹൗസിന്റെ പ്രൊസീഡിങ്സ് പ്രോപ്പർ ആയിട്ട് നോക്കുക. ഡിസൈഡ്സ് പോയിന്റ്സ് ഓഫ് ഓർഡർ ചില സമയത്ത് കൊടുക്കേണ്ടി വരും. ഇന്റർപ്രിട്ടേഷൻസ് കൊടുക്കേണ്ടി വരും. ആപ്ലിക്കേഷൻ ഓഫ് റൂൾസ് കൊടുക്കേണ്ടി വരും. ചില സമയത്ത് ഫൈനലായിട്ട് ചില മെമ്പറിന് വാർണിംഗ് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ അവര് എക്സ്പെൽ ചെയ്യും, പുറത്തേക്കാക്കും. ഈ വക ഡിസിപ്ലിൻ മെയിൻ്റെനൻസ് മുഴുവനും കൺട്രോൾ ചെയ്യുന്നത് സ്പീക്കറാണ്. ഇനി സ്പീക്കർ സർട്ടിഫൈ ചെയ്യണം. ബില്ലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മണി ബില്ല് അല്ലെങ്കിൽ ഏതായാലും ബില്ല് നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്കും പെർമിഷൻ മേടിക്കണം. ഇതേമാതിരി തന്നെ കൺസൾട്ട് ചെയ്യും. എന്ത് മാറ്ററും സ്പീക്കർ കൺസൾട്ട് ചെയ്തിട്ടാണ് ഓർഡർ ഇടുക. അതേമാതിരി തന്നെ എന്ത് ക്വസ്റ്റ്യൻസ് ആയാലും ശരി, മോഷൻസ് ആയാലും ശരി, റെസൊല്യൂഷൻസ് ആയാലും ശരി, അവർ കൺസൾട്ട് ചെയ്യാണ്ട് ചെയ്യാൻ പാടില്ല. സ്പീക്കറിന് വോട്ടിംഗ് പവർ ഇല്ല. ഇൻ കേസ് ഒരു ഡിബേറ്റ് നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ചർച്ച നടക്കുന്നു പാർലമെന്റില്, ആ പാർലമെന്റിൽ വോട്ടിംഗ് അവര് അവസാനം ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞ് വോട്ടിങ്ങിന് ഇട്ടിട്ട് ടൈ ആണ് വരുന്നതെങ്കിൽ മാത്രമേ സ്പീക്കർ വോട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത സമയം സ്പീക്കറിന് വോട്ടിംഗ് ഇല്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ വോട്ടിംഗ് ഈസ് ലൈക്ക് ഇലക്ട്രോണിക്കലി ചെയ്യുന്നുണ്ട്. പണ്ട് കൈപൊക്കിയിട്ടായിരുന്നു വോട്ടിംഗ് ഒക്കെ ചെയ്തിരുന്നത്. ഓപ്പൺ ബാലറ്റ് സിസ്റ്റം, ഇപ്പൊ സീക്രട്ട് ബാലറ്റ് സിസ്റ്റം, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പൊ സ്പീക്കർ അപ്പോയിന്റ് ചെയ്യുന്ന ചെയർപേഴ്സൺ, സ്പീക്കറിനുള്ള പവറാണ് ഞാൻ പറയുന്നത്. ചെയർപേഴ്സൺ പലവിധ കമ്മിറ്റികൾക്കും, ഹൗസിന്റെ പലവിധ കമ്മിറ്റികൾക്കും ചെയർപേഴ്സണെ അപ്പോയിന്റ് ചെയ്യാം. അതേമാതിരി സെക്രട്ടേറിയറ്റ് സ്റ്റാഫിനെ കൺട്രോൾ ചെയ്യാം. കണ്ടക്ടിങ് ദ ഹൗസിന്റെ എല്ലാവിധ മോഷൻസും ഒരു ഡിസിപ്ലിൻ ഇൻചാർജ് എന്ന് വേണമെങ്കിൽ പറയാം. സ്പീക്കറിന്റെ സാലറി വരുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയുടെ ഗവൺമെന്റിന്റെ ആണ്. ഇതിൽ ഒരു സ്പീക്കറിന് സ്പെഷ്യൽ ഫീച്ചർ ആയിട്ട് സ്പീക്കറിന് പറയാവുന്നത്, ഹൗസ് ഈസ് ഡിസോൾവ്. ഒരു പാർലമെന്റ് ഹൗസ് ഡിസോൾവ് ആയിപ്പോയി, ഇല്ല, തീർന്നുപോയി. പക്ഷെ സ്പീക്കറിന്റെ പൊസിഷൻ അവിടെ തന്നെ ഉണ്ടാവും. സ്പീക്കർ കണ്ടിന്യൂ ചെയ്യും. അത് ലേഡി ആയാലും ശരി, ജെന്റ്സ് ആയാലും കണ്ടിന്യൂ ചെയ്യും. പുതിയൊരു സ്പീക്കറിനെ ഇലക്ട് ചെയ്ത് കൊണ്ടുവരുന്നവരെ അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതിനുശേഷം സ്പീക്കർ ഉള്ള സമയത്ത് ആബ്സെന്റ് ആണെങ്കിൽ, ഏതെങ്കിലും കാരണവശാൽ ആബ്സെന്റ് ആണെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ ആണ് പ്രിസൈഡ് ചെയ്ത് ഈ ലോക്സഭ നടത്തിക്കൊണ്ടു പോകുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നത് രാജ്യസഭയിൽ ആരാണ് നടത്തിക്കൊണ്ടു പോകുന്നത്? അവിടെ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് എക്സ് ഒഫീഷ്യോ ഓഫ് ചെയർപേഴ്സൺ.
അത് ചെയർപേഴ്സൺ എന്ന് നേരത്തെ പറഞ്ഞു. ആരാ നേരത്തെ പറഞ്ഞില്ല? വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ. അപ്പോ വൈസ് പ്രസിഡന്റിന് പകരം ആബ്സെന്റ് ആകുമ്പോൾ പ്രസിഡന്റിന്റെ ഡ്യൂട്ടി കൂടെ ചെയ്യേണ്ടതുമുണ്ട്. അതേമാതിരി തന്നെ ഇവിടെ പ്രിസൈഡിംഗ് ഓഫീസറായിട്ട് രാജ്യസഭയില് പ്രിസൈഡിംഗ് ഓഫീസറായിട്ടുള്ള ഡ്യൂട്ടിയും വൈസ് പ്രസിഡന്റ് ചെയ്യണം. ആ വൈസ് പ്രസിഡന്റ് ചെയ്യുമ്പോൾ ചില സമയത്ത് ഇതിനെ എങ്ങനെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ എലക്ട് ചെയ്താണ് കൊണ്ടുവരുന്നത്. 2 ഹൗസിന്റെയും പാർലമെന്റ് മെമ്പേഴ്സിനെ വെച്ചിട്ട് ഒരു ജോയിന്റ് മീറ്റിംഗ് വെച്ച് അതിൽ നിന്ന് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ വെച്ചിട്ട് ഒരു സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് പ്രകാരം നമ്മൾ ഒരു സീക്രട്ട് ബാലറ്റ് സിസ്റ്റം വെച്ചിട്ടാണ് ഈ വൈസ് പ്രസിഡന്റിന്റെ പൊസിഷനിലേക്ക് എലക്ഷൻ ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പൊ ഈ മെമ്പർ വൈസ് പ്രസിഡന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു മെമ്പർ ഓഫ് ഹൗസ് ആയി കഴിഞ്ഞാൽ ഒരു ഹൗസിന്റെ റെപ്രസെന്റേറ്റീവ് എന്നുള്ള ലെവലിലല്ല പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഓഫീസ് എത്ര കാലമായിരിക്കും? 5 കൊല്ലം ഫ്രം ദ ഡേറ്റ്, അതായത് ജോലിയിൽ വൈസ് പ്രസിഡന്റ് ആയിട്ട് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ തുടങ്ങി 5 കൊല്ലത്തേക്കുള്ള ടേം ആണ് ഓഫീസ്. ചില സമയത്ത് അവര് റിസൈൻ ചെയ്യും, അല്ലെങ്കിൽ ആ സീറ്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റും. റെസൊല്യൂഷൻസ് വഴി അവര് മാറ്റും. മെജോറിറ്റി മെമ്പേഴ്സ് രാജ്യസഭയും ലോക്സഭയും ഒരുമിച്ചൊരു റെസൊല്യൂഷൻ കൊണ്ടുവന്ന് മാറ്റണം. റിമൂവ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ റിസൈൻ ചെയ്യുമ്പോൾ മാത്രം. ഈ ചെയർപേഴ്സന്റെ ഡ്യൂട്ടി രാജ്യസഭയില് ലോക്സഭയിൽ സ്പീക്കർ ചെയ്യുന്ന അതേ ഡ്യൂട്ടികളാണ് രാജ്യസഭയിൽ നമ്മളുടെ സ്പീക്കർ ചെയ്തു വരുന്നത്. ഇനി ഇതെങ്ങനെയാണ് ലീഗലായിട്ട് പ്രൊസീജിയേഴ്സ്? ഇതാണ് മെയിൻ ആയ ഫങ്ഷൻ. ലെജിസ്ലേച്ചർ പ്രൊസീജിയർ എന്ന് പറയുന്നത് ലോ മേക്കിംഗ് ബോഡിയാണ്. ലോ മേക്കിംഗ്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ലോ മേക്കിംഗ് ബോഡി. അവിടെയാണ് എല്ലാവിധ ലോസും, അതായത് ആദ്യം ബില്ലായിട്ട് കൊണ്ടുവരും, പിന്നെ അതിനെ ഡിസ്കസ് ചെയ്യും. അപ്പോ പാർലമെന്റിൽ ഡിസ്കസ് ചെയ്ത ബില്ല്, പ്രത്യേകമായിട്ട് ബിൽസിനെ പറയുമ്പോൾ നമ്മൾ 2 തരം ബില്ലുണ്ട്. ഒന്ന് ഓർഡിനറി ബില്ലുണ്ട്, ഒന്ന് മണി ബില്ലുണ്ട്. മണി ബില്ല് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ എല്ലാ ബില്ലും ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്തിന് ശേഷം ഇത് പ്രസിഡന്റിന്റെ ഒപ്പിന് വേണ്ടി പോകും. അപ്പോ ആ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരായിരിക്കും? പ്രൈവറ്റ് മെമ്പർ ആണോ അല്ലെങ്കിൽ മിനിസ്റ്റർ ആണോ? ആര് വേണമെങ്കിൽ. അത് റൂളിംഗ് പാർട്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് മിനിസ്റ്റർ ആയിരിക്കും, അല്ലെങ്കിൽ പ്രൈവറ്റ് മെമ്പർ. ഓരോ ബില്ലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഗസറ്റിലിടും. അതേമാതിരി ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ബില്ലിൽ എന്തിനാണ് ഈ ബില്ല് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, ഇതുകൊണ്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്താ, ഇതൊക്കെ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആള് ഡീറ്റെയിൽ ആയിട്ട് പറയണം. അതിനുശേഷം വോട്ടിങ്ങിനിടും. വോട്ടിങ്ങിൽ പോസിറ്റീവ് ആയാൽ നെക്സ്റ്റ് സ്റ്റേജിലേക്കാണ് ഡിസ്കഷൻസ് പോവുക. സെക്കൻഡ് സ്റ്റേജിൽ 4 ആൾട്ടർനേറ്റീവ് കോഴ്സസ് ഉണ്ട്. അതായത് ആദ്യം ഇൻട്രൊഡക്ഷൻ, ബില്ലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പിന്നെ രണ്ടാമതായിട്ട് റെഫർ ചെയ്യും. ഇതിനെ ഒരു സെലക്ടഡ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ കമ്മിറ്റിയിലേക്ക് ഈ ബില്ലിനെ റെഫർ ചെയ്യും. റെഫർ ചെയ്ത് അതിനെപ്പറ്റി ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് റെഫർ ചെയ്യുന്നത്. മൂന്നാമതും ഒരു റെഫറൻസ് കൊടുത്ത് ജോയിന്റ് മീറ്റിംഗിൽ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് 2 ഹൗസിന്റെയും ജോയിന്റ് കമ്മിറ്റി ഉണ്ടാക്കി, മെമ്പേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്ത് ഒരു കമ്മിറ്റി ഉണ്ടാക്കി അവരെ റെഫറൻസ് ചെയ്ത ശേഷം 4ാമത് സർക്കുലേഷൻ ചെയ്യും. സർക്കുലേഷൻ ചെയ്ത് പബ്ലിക് ഒപ്പീനിയൻ കൂടെ എടുക്കും. അപ്പൊ ഇങ്ങനെ ആദ്യത്തെ 3 ഒപ്പീനിയൻസ് കഴിഞ്ഞ ശേഷം ലെജിസ്ലേച്ചറിൽ, അതായത് നിയമപരിപാലനത്തിൽ ലാസ്റ്റ് ഒപ്പീനിയൻ അല്ല, പ്രപ്പോസ് ലെജിസ്ലേഷൻ പബ്ലിക് കോൺട്രവേഴ്സി ഉണ്ടോ? നമുക്ക് ഇവിടെ ഒരു ബില്ലുണ്ടായിരുന്നു, വിഡോ തലാഖ് 3 പ്രാവശ്യം തലാഖ് പറയുന്ന ഒരു ബില്ലിനെ പറ്റി വളരെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഇതിൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഓരോ ബില്ലിന്റെയും ഡിസ്കഷൻസും അതിന്റെ വിശദാംശങ്ങളും എടുത്ത് എല്ലാം കഴിഞ്ഞ് കൺസിഡറേഷൻ കഴിഞ്ഞ് ഇത് പാർലമെന്റിൽ നിന്ന് ഇവിടെ പോകും. അവിടെ നിന്ന് 3rd സ്റ്റേജിലെ ബിൽ വിൽ ബി പാസ്ഡ്. മണി ബില്ലിനെ അവര് രാജ്യസഭയ്ക്ക് അയക്കും. അവിടെ അവർ ഡിസ്കഷൻ ചെയ്യും. അവര് എന്തെങ്കിലും മെസ്സേജസ് അവർക്ക് വ്യത്യാസങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അവർ അതിനെ ഡിലീറ്റ് ചെയ്യാനും ചില കാര്യങ്ങൾ ക്ലാരിഫിക്കേഷൻ ചോദിക്കാനുമുള്ള റൈറ്റ് പാർലമെന്റിലുണ്ട്, അല്ലെങ്കിൽ അവർക്കുണ്ട്, രാജ്യസഭയ്ക്കുണ്ട്. എന്നതിന് ശേഷം അവർ തിരിച്ചവര് 15 ദിവസത്തിനുള്ളിൽ അവർ തിരിച്ചയക്കണം. അതിനുശേഷമാണ് അത് പിന്നെയും ഇവിടെ 2 ഹൗസിലും ഡിസ്കസ് ചെയ്ത്, മണി ബിൽസിന്റെ പറ്റിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ ഈ ബില്ലില് മണി ബില്ലില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് രാജ്യസഭയില് മണി ബില്ല് വരാൻ പാടില്ല, ലോക്സഭയിൽ മാത്രമേ വരുള്ളൂ. ആ ലോക്സഭയിൽ വന്ന ശേഷം രാജ്യസഭയിൽ വരും. അവരെ റിജക്ട് ചെയ്യാം, 14 ദിവസം പിടിച്ചു വെക്കാം, കറക്ഷൻസ് ചെയ്യാം, റെക്കമെൻഡേഷൻസ് കൊടുക്കാം, തിരിച്ച് ലോക്സഭയിൽ അയക്കും. ഇങ്ങനത്തെ അമെൻമെന്റ്സ് കറക്ഷൻസ് എല്ലാം ചെയ്ത ശേഷം പിന്നെയും അവര് രാജ്യസഭയിലേക്ക് അയച്ച് റെക്കമെൻഡേഷൻസ് കൊടുത്ത് അതിന് പാസ് ചെയ്ത 2 ഹൗസും പാസ് ചെയ്ത് കഴിഞ്ഞാൽ, ലോക്സഭയും രാജ്യസഭയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് റൂൾ ആയിട്ട് സിഗ്നേച്ചർ, പ്രസിഡന്റിന്റെ സിഗ്നേച്ചർ കിട്ടിയ ശേഷം അത് ലോ ആയിട്ട് മാറും. ഇനി പാർലമെന്ററിയിലുള്ള പ്രിവിലേജസ് എന്തൊക്കെയാണ്? ഫ്രീ ആൻഡ് എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്ക്, 2 പ്രിവിലേജസ് പറയുന്നുണ്ട് പാർലമെന്റിൽ, എന്യൂമറേറ്റഡ് അൺന്യൂമറേറ്റഡ്. ഫ്രീഡം ഓഫ് സ്പീച്ച് പാർലമെന്റിലുണ്ട്, ഇമ്മ്യൂണിറ്റി ഉണ്ട്, അതേമാതിരി വോട്ട് കാസ്റ്റിംഗ് ഉണ്ട്, ഇമ്മ്യൂണിറ്റി ഓഫ് ലയബിലിറ്റീസ് ഉണ്ട്. ഇതൊക്കെ പാർലമെന്ററി പ്രൊസീജിയേഴ്സ് ആണ്. അപ്പൊ ഒരു ഫ്രീഡം ഓഫ് അറസ്റ്റ് സിവിൽ കേസസിലുള്ളതിൽ 40 ദിവസത്തെ എക്സംഷൻസ്, ഈ എക്സംഷൻസ് ഒക്കെ വിറ്റ്നസോട് വെച്ച് വേണം നമുക്ക് ചെയ്യേണ്ടത്. ഇന്ത്യൻ പാർലമെന്റ് പണിഷ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പല വിധത്തിലുള്ള കാര്യങ്ങൾ ഇത് ചെക്ക് ചെയ്തിരിക്കും. ഇനി പാർലമെന്ററി ഡിവൈസസ് കൺട്രോൾ എങ്ങനെയാണ് ഈ എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യാന്നുണ്ടാണ്. അപ്പൊ ഈ കൺട്രോൾ മുഴുവനും ചെയ്യുന്നത് പലവിധ കമ്മിറ്റികൾ വെച്ചും റെഫറൻസ് കൊടുത്തുമാണ്. ഇതേമാതിരി തന്നെയാണ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലും. അത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ 2 ലെജിസ്ലേച്ചർ ഉണ്ട്, ഒന്ന് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ഒന്ന് കൗൺസിലും. വിധാൻസഭ നമ്മുടെ കർണാടകയിൽ 2 ഉണ്ട്, കേരളയിൽ 1 ഉള്ളൂ, യൂണിക്യാമറൽ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ ഹൗസസ് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഡിസ്കസ് ചെയ്ത ശേഷം വേണം അവര് എല്ലാ മെമ്പേഴ്സും വോട്ടിംഗ് ചെയ്ത്, വോട്ടിംഗ് വഴി നോർമലായിട്ട് വോട്ടിംഗ് വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് ലോ ആയിട്ട് മാറുള്ളൂ. അപ്പൊ ഇവിടെ സ്റ്റേറ്റ് അസംബ്ലിയിലും ഇത് തന്നെയാണ് നടക്കുന്നത്. ഗവർണർ ആണ് റിസർവ് ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് പ്രസിഡന്റ്. ഗവർണർ റിസർവ് ചെയ്യും. അതിനെ ഗവർണർ അതേമാതിരി തന്നെ എല്ലാ ബില്ലും വളരെ സൂക്ഷ്മമായിട്ടും, ലെജിസ്ലേച്ചറിന്റെ ബില്ലായാലും ശരി, എല്ലാം വിത്തിൻ 6 months ആണ് തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ പ്രസിഡന്റിന്റെ ലെവലിലേക്ക് അവർ പറഞ്ഞയക്കുകയും ചെയ്യും. കാരണം ഹൈക്കോർട്ടിന്റെ ഏതെങ്കിലും ബില്ലിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഹൈക്കോടതിയിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ പ്രസിഡന്റിന്റെയും അതേമാതിരി തന്നെ ഗവൺമെന്റിന്റെ കൺട്രോളിൽ ആണ് നമ്മൾ എക്സിക്യൂട്ടീവ് ഓർഗൻ എന്ന് പറയുന്നത് നമ്മളുടെ കോടതികളാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് പാർലമെന്റിന്റെ പ്രസിഡന്റ് ലോക്സഭ, രാജ്യസഭ, അതേമാതിരി സ്റ്റേറ്റ് ലെവലിലാവുമ്പോൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അതേമാതിരി തന്നെ 2 ഹൗസ് ആണ്, യൂണിക്യാമറലാണോ ബൈക്യാമറലാണോ. ഇതൊക്കെ ഈ പാർലമെന്ററി ഫംഗ്ഷൻ എനാക്ട് ചെയ്യുക, ലോസ് ഉണ്ടാക്കുക, അതിനെ കൊണ്ടുവരിക്കുക, അതിനെ കൗൺസിൽ എന്തിനു വേണ്ടിയിട്ടാണ്, പോളിസികൾ ക്രിട്ടിസൈസ് ചെയ്ത് എന്തിനാണ് അവർ ഉദ്ദേശിക്കുന്നത്, അതേമാതിരിയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തു വരുന്നത്. കാരണം ഇവിടെ ഒരാൾക്കും നേരിട്ട് ഇടപെടാനോ അല്ലെങ്കിൽ ഹൗസിൽ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യുന്നുള്ള ലെവലിലല്ല. ഇനി എല്ലാ കമ്മിറ്റികളും അവർക്ക് ഇഫക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യണം. ഫങ്ഷൻ ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ അവർ ഉണ്ട്, അഡ്ജോൺമെന്റ് മോഷനുണ്ട്, കോളിംഗ് അറ്റൻഷൻ മോഷനുണ്ട്. ഇതൊക്കെ പാർലമെന്റിൽ നമ്മൾ ഓരോ ബില്ലും ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സ് വഴിയാണ് വളരെ കാര്യമായിട്ട്, അതേമാതിരി ബഡ്ജറ്റ് പാസിംഗ് ടൈമിലും പാർലമെന്റിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഈ ആക്ടിവിറ്റീസ് നടന്നതിന് ശേഷം മാത്രമേ അവർക്ക് അത് ബഡ്ജറ്റ് കംപ്ലീറ്റ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോ ഇതിനു ശേഷമാണ് അതിനെ ഇഫക്റ്റീവ് ആകുക. അപ്പോ ഗവൺമെന്റിന്റെ ഫങ്ഷനെ ചെക്ക് ചെയ്ത്, ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്ത്, അല്ലെങ്കിൽ അത് സ്ക്രൂട്ടിനൈസ് ചെയ്ത് ഗവൺമെന്റിന്റെ ആക്ടിവിറ്റീസ് വളരെ ക്ലിയർ ആയിട്ട് ചെയ്യാനുള്ള ധർമ്മമുള്ളതാണ് നമ്മളുടെ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. അതുകൊണ്ടാണ് നമുക്ക് ഇന്ത്യയിൽ ഇത്രയും ഫ്രീഡം കൂടുതലുള്ളത് കൊണ്ട് അതേമാതിരി കൂടുതലായിട്ടുള്ള ഡിസ്കഷൻസും വേണ്ടി വരുന്നുണ്ട്. നന്ദി, നമസ്കാരം.